Okay, thank you, Dr. Dhanish. Thank you, Doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1481 ദിവസം. ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ മലയാളം സെഷനിൽ ഇന്നൊരു ചോദ്യോത്തര വേളയാണ്. ഈ ചോദ്യോത്തര വേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചോദ്യോത്തര വേളയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ഡോക്ടർ സാദത്ത് സേട്ടാണ്. അദ്ദേഹത്തിന് ഒപ്പമുള്ള ചോദ്യോത്തര വേളയാണ്. എല്ലാവരും അവരവരുടെ സംശയങ്ങളും എന്തെങ്കിലും കേസിലുള്ള സംശയങ്ങളോ മെഡിസിൻ സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റെഡിയായി ചോദ്യം ചോദിക്കുവാനായി എല്ലാവരും തയ്യാറായിരിക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടറുണ്ട്. ഡോക്ടർ ലെനോവയിലാണ്. ഡോക്ടറെ ലാപ്ടോപ്പ് തകരാറിലായതുകൊണ്ട് ഇന്ന് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയതുകൊണ്ട് ഡോക്ടർ ഫോണിലാണേ. ലെനോവോ ഫോണിലല്ല, ലാപ്ടോപ്പിൽ തന്നെയാ. ലാപ്ടോപ്പിലാണ്, പക്ഷെ മുഖം കാണുന്നില്ല. ഇല്ലേ? വീഡിയോ ഓൺ ആണല്ലോ. വീഡിയോ ഓൺ ആണ്. ലെനോവോ എന്ന് എഴുതി കാണിക്കുകയാണല്ലോ ഡോക്ടറെ. ഞമ്മക്ക് കേൾക്കാം, പക്ഷേ കാണാൻ കാണുന്നില്ല. ലെനോവോ എന്ന് എഴുതി കാണിക്കുകയാണ്. അയ്യോ, അതൊന്ന് ഇപ്പൊ നോക്കട്ടെ, ഒരു മിനിറ്റ്. വീഡിയോ ഓൺ ആക്കണം. വീഡിയോ ഓൺ ആണ്. വീഡിയോ ഓൺ ആണ്, പക്ഷെ വീഡിയോ ഓൺ അല്ലല്ലോ. എനിക്ക് എന്നെ തന്നെ കാണുന്നില്ല. ഒന്ന് ലീവ് ചെയ്തിട്ടൊന്ന് കയറാവോ? എന്തോ ഒരു മൂടൽ മഞ്ഞ് മാത്രമേ കാണുന്നുള്ളൂ. ലീവ് ചെയ്തിട്ട് ഒന്നുകൂടെ കയറാവോ? അത് ചിലപ്പോ പണി മുഴുവൻ പാളും. അങ്ങനെയാണെ സംസാരം മതി. വീഡിയോ അല്ല, മറ്റേത് ഷെയർ ചെയ്യാലോ. ഷെയർ ചെയ്യാം. ഓക്കെ. ഇപ്പൊ കുറച്ച് എന്തോ ഒരു ക്ലിയർ കുറവായിട്ട് കാണുന്നുണ്ട്. ഒരു പ്രശ്നമുണ്ട്. അവന്മാരെ ഇന്നും കൂടി വിളിക്കണം. ഒരു നീല സ്ക്രീനാണ് ഇപ്പൊ കാണുന്നത്. മാറി നീലയായി. ഇപ്പൊ ഒന്നുമില്ല. സ്റ്റാർട്ട് വീഡിയോ. ഇപ്പോഴും നീലയാണ്. നാളത്തേക്ക് ശരിയാക്കി എടുക്കണം. ഒന്നും കൂടി സാറല്ല, വീഡിയോ ഇല്ലെങ്കിൽ നമ്മളെല്ലാവർക്കും അറിയാലോ. ഡോക്ടർ, ഒരു സംശയം. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. അപ്പോഴേ ഇന്നത്തെ ചോദ്യോത്തര വേളയിൽ പങ്കെടുക്കുന്നതിനായി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന ഡോക്ടർ സാദത്ത് സേട്ടിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങും. താങ്ക് യു. ഇന്നലെ ധനേഷ് ഡോക്ടർ വിളിച്ചപ്പോ എന്റെ സിസ്റ്റം മുഴുവൻ ഇന്ന് രാവിലെ കിട്ടിയുള്ളൂ. അപ്പൊ ഇത് വീഡിയോ ഒന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നോക്കട്ടെ, നാളെ ഒന്നും കൂടി ശരിയാക്കണം. വിളിക്കണവരെ കംപ്ലീറ്റ് ഞങ്ങളുടെ 2 ലാപ്ടോപ്പും പോയി. ഇന്ന് എങ്ങനെയൊക്കെ ഒപ്പിച്ചു കൊണ്ടുവന്നാണ്. ഇന്നത്തെ ഈ ചോദ്യോത്തര വേളയ്ക്ക് ഏതെങ്കിലും അങ്ങനെ വിഷയം സ്കിന്നെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടറെ? അതെ, വേണമെന്നില്ല, എന്തും ചോദിക്കാം. ഞാൻ ആദ്യം ചെറുതായിട്ട് കുറച്ചു നേരം എനിക്ക് തോന്നുന്നു ഹെഡ് ഏക്സിന്റെ കുറച്ച് ഡിഫറെന്റ് മെഡിസിൻസ് നമുക്ക് സാധാരണ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഹെഡ് ഏക്കിന്റെ കുറച്ച് ഒരു 5-10 മെഡിസിൻസ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ചോദ്യോത്തര വേളത്തിലോട്ട് വേണമെങ്കിൽ പോവാം. എനിത്തിങ് യു ക്യാൻ ആസ്ക്. ആർക്ക് വേണമെങ്കിൽ എന്ത് സബ്ജക്ട് നമുക്ക് അറിയാവുന്നത് പറയാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വരുമ്പോൾ നമുക്ക് പറയാം. അത് മതി. ഇപ്പൊ നമുക്ക് ഹെഡ് ഏക്കിന്റെ മെഡിസിൻസ് തുടങ്ങാം. കിട്ടിയോ? സ്ക്രീൻ ഷെയറിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇവിടെ നമ്മള് സാധാരണ എൻ്റെ ക്ലിനിക്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് മെഡിസിൻസ് കോമൺ മെഡിസിൻസ് ആണ്. പക്ഷെ അതിൻ്റെ ചെറിയ ചെറിയ ഇൻഡിക്കേഷൻസ്, ഞാൻ എന്തുകൊണ്ട് ആ മെഡിസിൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഇത്. അപ്പൊ ഹെഡ് ഏക്ക് മാത്രം എടുക്കാം. അതൊരു 5-10 മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ വരുന്ന ചിലപ്പോൾ നമുക്ക് ഇത് കൊടുക്കാം. സാധാരണ പ്ലംബമെറ്റ്
പ്ലംബമെറ്റ് എൻ്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് പ്ലംബമെറ്റ്. ചിലപ്പോൾ നമ്മൾ പറയും ഈവൻ നമ്മുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് മെഡിസിൻസിൽ ഒന്നാണെന്ന് പറയും. പ്ലംബമെറ്റ് ഹെഡ് ഏക്കിൽ നമ്മൾ എന്തൊക്കെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിലപ്പോൾ നമുക്ക് സ്കാൻ റിപ്പോർട്ട് ആയിട്ടായിരിക്കും പേഷ്യന്റ് വരിക. ഹെഡ് ഏക്കിന്റെ ഡീറ്റെയിൽസ് ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ ഇവരായിരിക്കും വരിക, ബൈസ്റ്റാൻഡേഴ്സ് ആയിരിക്കും വരിക, ഓൾഡ് ഏജ് ആയിരിക്കും, ചിലപ്പോൾ CT സ്കാൻ കൊണ്ടായിരിക്കും വരിക. ചിലപ്പോൾ പേഷ്യന്റ് വന്നാലും തലവേദന ഉണ്ട് ഡോക്ടറെ ഇതിലുണ്ടെന്ന് മാത്രം പറയും, ചിലപ്പോൾ വൈകുന്നേരം വരാം. അങ്ങനെ നമുക്ക് വേഗമായിട്ട് എപ്പോഴും നമുക്ക് ക്ലിയർ കട്ട് PQRS കിട്ടണമെന്നില്ല. അവിടെയാണ് നമ്മൾ ഈ CT സ്കാനിന്റെ അല്ലെങ്കിൽ MRIയുടെ അല്ലെങ്കിൽ PET സ്കാനിന്റെ ഒക്കെ ഉപയോഗം നമ്മുടെ വരുന്നത്. നമ്മളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മളുടെ മെഡിസിൻ എങ്ങനെ വന്നാലും നമ്മൾ ട്രീറ്റ് ചെയ്തേ പറ്റും. അപ്പൊ നമ്മൾ പാത്തോളജിക്കലി എന്ത് നോക്കും പ്ലംബമെറ്റ് കൊടുക്കണമെങ്കിൽ? ഹെഡ് ഏക്ക് ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ നമ്മുടെ മുമ്പിലെ ഫൈൻഡിങ്സ് എന്താണ്, എന്തുകൊണ്ട് പ്ലംബമെറ്റ് നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, CT സ്കാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്ക്ലീറോസിസ് ഉണ്ടോ എന്ന് നോക്കും. ചിലപ്പോൾ ഒരു 50-60 വയസ്സുള്ളവർക്ക് ചിലപ്പോൾ ഗ്രേ മാറ്ററിൽ സ്ക്ലീറോസിസ് വരാം, ബ്രെയിൻ ഒന്ന് കൺകഷനിലൊന്ന് ചുരുങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സ്ക്ലീറോസിസ്, അതായത് നമ്മളുടെ കൾസിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്രെയിനിന്റെ ടെക്സ്ചേഴ്സ് മാറുക. ചിലപ്പോൾ ഇതിലായിരിക്കും വരിക, നമ്മുടെ ബ്രെയിൻ ട്യൂമറിൽ വരാം, അല്ലെങ്കിൽ ഓൾഡ് ഏജസിൽ വരാം, അല്ലെങ്കിൽ വരാൻ പറ്റുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലപ്പോ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, വല്ല ആക്സിഡൻസ് ആയിട്ട് അതിന്റെ സീക്വൽ ആയിട്ട് വരാം. അപ്പൊ എന്ത് തരത്തിലാണെങ്കിലും സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലംബമെറ്റ് ചിന്തിക്കാവുന്ന മെഡിസിനാണ്. അതിന് വേറെ മെഡിസിൻസ് നമുക്ക് ചിന്തിക്കാവുന്നത് ജിങ്കം മെറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഫോർ ദ ഈ സ്ക്ലീറോസിസ് വരുന്ന ഇതിന് നമുക്ക് ചിന്തിക്കാം. ഫോസ്ഫറസ് നമുക്കറിയാം, സോഫ്റ്റ് ടിഷ്യൂല് എപ്പോൾ സ്ക്ലീറോസിസ് വന്നാലും യു ക്യാൻ തിങ്ക് അബൌട്ട് ഫോസ്ഫറസ്. അതുപോലെ ഈ പ്ലംബമെറ്റിന്റെ പ്രോഗ്രസീവ് മസ്കുലാർ അട്രോഫി, അതായത് നമ്മൾ ഇത് കാരണം അവർക്ക് പാരാസിസ് അല്ലെങ്കിൽ കൈയുടെ വീക്ക്നെസ്, അത് ഇന്ന് തുടങ്ങി ഒരു 6 മാസം മുമ്പ് സാറെ വീക്ക്നെസ് തുടങ്ങി, ഇപ്പൊ എനിക്കൊന്നും പിടിക്കാൻ പറ്റുന്നില്ല, കൈ വീക്കായിട്ട് തോന്നുന്നു, കൈ പൊക്കാൻ തന്നെ പറ്റില്ല, അടുത്ത കൈ നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ കൂടെ സ്ക്ലീറോസിസ്, ഹെഡ് ഏക്ക് ഇങ്ങനെ വരുമ്പോൾ പ്ലംബമെറ്റ് നമുക്ക് ആലോചിക്കാവുന്ന മെഡിസിനാണ്. അതുപോലെ ഹെഡ് ഏക്ക് വിത്ത് ഗ്ലോക്കോമ, നമ്മുടെ ഓർബിറ്റ്സിന്റെയും അല്ലെങ്കിൽ ഓർബിറ്റൽ നെർവിന്റെയും എട്രോഫി അല്ലെങ്കിൽ സ്ക്ലീറോസിസ് കാരണം ഗ്ലോക്കോമ വരുന്ന കണ്ടീഷൻ, അങ്ങനെ ഹെഡ് ഏക്ക് വരുന്നുണ്ടെങ്കിൽ പ്ലംബമെറ്റ് ഇസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ്. അതുപോലെ പാരാലിസിസ് ഓഫ് സിംഗിൾ മെഡിസിൻ, ഓർബിറ്റ് ഇതായിരിക്കാം, അല്ലെങ്കിൽ ടോസിസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബെൽ പാൽസി കാരണം ടോസിസ് കാണാം. അങ്ങനെയൊക്കെയുള്ള പാത്തോളജിക്കൽ കണ്ടീഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ട്, വിത്ത് എവിഡൻസ് ഓഫ് CT സ്കാനോ അല്ലെങ്കിൽ MRIയോ അങ്ങനെ നമുക്ക് എവിഡൻസ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും പാത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. പാത്തോളജി കൂടുതലുണ്ടാവും. ആ പാത്തോളജി കൊണ്ട് ഉണ്ടാക്കുന്ന ഹെഡ് ഏക്ക് ആണെങ്കിൽ തിങ്ക് പ്ലംബമെറ്റ്. ഓൾമോസ്റ്റ് ഇതേ ഇൻഡിക്കേഷൻസ് ഫോസ്ഫറസിനുണ്ട്, സിങ്കത്തിനുണ്ട്. സിങ്കത്തിന്റെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം, ഫോസ്ഫറസും സിങ്കും ഒക്കെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഇന്ന് നമ്മള് നേരത്തെ പറഞ്ഞ സിങ്കം മെറ്റിന്റെ ഏറ്റവും വലിയ ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ഈ ഹെഡ് ഏക്ക് വരുന്നുണ്ടാവും. അപ്പൊ ഇന്ന് നാളെ ഇല്ല, മറ്റന്നാൾ അങ്ങനെ വരുമ്പോ ഹെഡ് ഏക്ക് വരുമ്പോ അതിന്റെ ഇടയിൽ ഒരു ഡിപ്രഷനിലോട്ട് പോകും പേഷ്യന്റ്. നമ്മളടുത്ത് വന്നിട്ട് പറയും, സാറേ തലവേദന കൊണ്ട് ഞാൻ മതിയായി, എനിക്ക് ഭ്രാന്ത് പിടിക്കും, അല്ലെങ്കിൽ ഞാൻ വല്ലാത്തൊരു മൂഡിലോട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഡോക്ടറെ, എനിക്ക് ഭയങ്കര ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് ഇതൊക്കെ വരും.
ഏതെങ്കിലും ഒരു അസുഖം ഈ പെർട്ടിക്കുലർലി ഇത് തന്നെ ആവണമെന്നില്ല. ഹെഡ് ഏക്കിന്റെ കാര്യത്തിലാണെങ്കിൽ ബെറ്റർ ബിറ്റ്വീൻ ടു ഇത് നമ്മൾ രണ്ട് അറ്റാക്സ് വരുന്നതിന്റെ ഇടയിൽ ഒരു ഡിപ്രസീവ് സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ജിങ്കം മെറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഇൻ ബ്രെയിൻ ആൻഡ് സ്പൈനലിൽ നമ്മൾ ട്രംപ്ലിങ്, നമ്മുടെ ബ്രെയിനിൽ ചിലപ്പോൾ കൺകഷൻ ഒക്കെ വന്ന് ട്രംപ്ലിങ് ഉണ്ടാവും. അല്ലെങ്കിൽ ട്രംപ്ലിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ നമ്മൾ പറയില്ലേ പാർക്കിൻസൺ ഉള്ള ഒരു പേഷ്യന്റിന്റെ കൂടെ ഹെഡ് ഏക്കും കൂടി ഉണ്ടെങ്കിൽ ജിങ്കം മെറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ്. നമ്മൾ പറയുന്ന പോലെ അല്ല, ജിങ്കം മെറ്റിന് കൂടുതൽ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ. ട്രംപ്ലിംഗ് ഉണ്ട്, ട്വിച്ചിങ് ഉണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ പറയും ചിലപ്പോ ഈ കണ്ണിന്റെ അവിടെ വലിക്കണ പോലെ തോന്നും, ചുണ്ടിന്റെ അവിടെ വലിക്കണ പോലെ തോന്നും. നമ്മൾ പറയും കണ്ണ് വെട്ടുക എന്ന് പറയുമ്പോൾ കണ്ണിന് വെട്ടുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നില്ല കാശ് വരാനുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ആരോ നമ്മൾ ഓർക്കുന്നുണ്ടെന്നൊക്കെ പറയും. ബട്ട് അങ്ങനെ വരുന്ന ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കേസിൽ വിത്ത് ഹെഡ് കൂടുതൽ തലവേദന കൂടുതലുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് ദിസ്. ഇനി തലവേദന പേഷ്യന്റിന്റെ കൂടെ കാലിങ്ങനെ അറിയാതെ ആട്ടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഫീറ്റ് മൂവ്മെന്റും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ ഉറപ്പിക്കാലോ ജിങ്കമാണെന്നുള്ളത്. ഓക്കെ. ഫോസ്ഫറസ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മെഡിസിൻസ് ആണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. ഫോസ്ഫറസ് ഇല്ലെങ്കിൽ എൻ്റെ ക്ലിനിക്കിൽ ഫോസ്ഫറസ് 30 ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഫോസ്ഫറസിന്റെ ഏതെങ്കിലും പൊട്ടൻസി ഇല്ലെങ്കിൽ എനിക്ക് വെള്ളത്തിൽ നിന്ന് കരക്കിട്ട മീനെ പോലെ ഇരിക്കും. അത്രയ്ക്കും ഫേവറേറ്റ് മെഡിസിൻസിലൊന്നാണ് ഫോസ്ഫറസ്. ഓക്കെ. അപ്പൊ ഫോസ്ഫറസ് ഹെഡ് ഏക്ക് നോക്കണത് ഇറിറ്റേറ്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് സെറസ്, അതായത് നമ്മുടെ ഇത് വരില്ലേ ജപ്പാനീസ് എൻകെഫലൈറ്റിസും അല്ലെങ്കിൽ എല്ലാ എൻകെഫലൈറ്റിസ്, സ്പൈനൽ കോഡിന്റെ ഷീറ്റിന് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നു, അങ്ങനെ ഹെഡ് ഏക്ക് വന്നു, അത് പാരാലിസിസിലോട്ട് വരുന്നു, നമുക്കൊരു സ്ട്രൂപ്പർ കണ്ടീഷൻസിലോട്ട് പോകുന്നു, മെനിഞ്ചൈറ്റിസ് വരുന്നു. വൺ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഫോസ്ഫറസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് വേണമെങ്കിലും എത്ര സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ തരാം, പക്ഷെ ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. പിന്നെ അതിന്റെ കൂടെ ഹെഡ് ഏക്ക് വിത്ത് ചിലപ്പോൾ പാരാലിസിസ് ഉണ്ടാവും. പാരാലിസിസ് എങ്ങനത്തെ പാരാലിസിസ്? അസെൻഡിങ്, അതായത് കാലിൽ നിന്ന് തുടങ്ങി മുകളിലോട്ട് പോകുന്നത്. അതാണ് ഫോസ്ഫറസിന്റെ ഇത് ഇൻഡിക്കേഷൻ. മുകളിൽ നിന്ന് താഴത്തോട്ടാണ് പാരാലിസിസ് എങ്കിൽ ഫോസ്ഫറസ് ഇൻഡിക്കേറ്റഡ് ആവണമെന്നില്ല. പക്ഷെ താഴത്തുനിന്ന് മുകളിലോട്ട് പോകുന്ന കേസുകളാണെങ്കിൽ ഫോസ്ഫറസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. അതിന്റെ കൂടെ ഹെഡ് ഏക്കിന്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ നെർവസ് ഇഷ്യൂന്റെ കൂടെ നമ്മുടെ കൈയും കാലും, ആംസ് ആൻഡ് ഹാൻഡ് നമ്പാവുക, ടിംഗ്ലിംഗ് വരിക, അതിന് ഏറ്റവും വൺ ഓഫ് ദ അനദർ മെഡിസിൻ ഇസ് പാരിസ് ക്വാഡ്രിഫോളിയ പോപ്ലിയറ്റ്, നമ്മുടെ കൈയിന്റെ ഒക്കെ വരുന്നത്. അതിന് പോപ്പുലസ് മെഡിസിൻ. പോപ്പുലസിന്റെ ഇൻഡിക്കേഷൻ എന്താണ്? കാർപ്പൽ ടണൽ, അങ്ങനെയുള്ള കേസുകളിലാണ് പോപ്പുലസിന് ടിംഗ്ലിംഗ് വരുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കുക. ഇവിടെ പാരാലിസിസ് അല്ലെങ്കിൽ ബ്രെയിനിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡീജനറേഷൻ കാരണം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കാരണം ആംസ് ആൻഡ് ഹാൻഡ്സിൽ വരുന്ന നംപ്നെസ് അല്ലെങ്കിൽ ടിംഗ്ലിംഗ്. അതാണ് ഈ ഡിഫറൻസിയേഷൻ ഫോസ്ഫറസും പോപ്പുലസും പാരിസ് ക്വാഡ്രിഫോളിയ. നിങ്ങൾ ബോറിക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിനും പോപ്പുലസിന്റെ ഫിംഗേഴ്സ് ആണ്, പാരിസ് ക്വാഡ്രിഫോളിയക്ക് ആംസ് ആണ്, നമ്മുടെ ഹാൻഡ് ആണ്. ഓക്കെ. ഫോസ്ഫറസിന്റെ ഫുൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആംസിലോട്ട് കയറും, അതായത് താഴത്തുനിന്ന് മുകളിലോട്ട് കയറും. റേഡിയേഷൻസ് ഉണ്ടാവണമെന്നില്ല, ഒരു സിംഗിൾ മസിൽ ഇതായിരിക്കും. ഈ ഇത്രയും ചെറിയ കാര്യങ്ങളാണെന്ന് പറയില്ല, പക്ഷെ യു ക്യാൻ ശരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും പോപ്പുലസും പാരിസ് ക്വാഡ്രിഫോളിയ, ഫോസ്ഫറസിന്റെ പാരാലിസിസ് ആൻഡ് ഹെഡ് ഏക്ക്. ഇതിന്റെയൊക്കെ കൂടെ ഹെഡ് ഏക്കും കൂടി നമുക്ക് ഒരു കണ്ടീഷൻസ് വരുന്നുണ്ടെങ്കിൽ ഫോസ്ഫറസ് കൊടുക്കാം. അല്ലാത്ത കണ്ടീഷൻസിലും ഫോസ്ഫറസ് നോക്കുന്ന ഈ ഡിഫറൻസിയേഷൻ 3 ഡിഫറെന്റ് നമ്മൾ 3 തരത്തിലാണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻ പാത്തോളജിക്കൽ വേസ്.
ബാക്കി കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമുക്ക് ഉണ്ട്. ദാറ്റ് ഇസ് ഡിഫറെന്റ് ഇഷ്യൂ. ഞാൻ പറഞ്ഞ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ പേഷ്യന്റ് ഒരു വാക്ക പറയണം, ഡോക്ടറെ എന്റെ കയ്യിൽ ഭയങ്കര മരവിപ്പ് അല്ലെങ്കിൽ ഒരുമാതിരി കുത്തുന്ന പോലെ. അഗാരിക്കസ് അതും വേറൊരു മെഡിസിൻ ആണ്. കയ്യിൽ കുത്തുന്ന അഗാരിക്കസിൻ ആസാൽബ്. അത് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അഗാരിക്കസിന്റെയും ആസാൽബിന്റെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് കണ്ടീഷൻസിലാണ്. ഡയബറ്റീസ് കണ്ടീഷൻസിലുള്ള നംപ്നെസ്സിനാണ് അഗാരിക്കസും ആസാൽബും ഉദ്ദേശിക്കുന്നത്. ആസാൽബിന് ബേണിങ്ങും കൂടി ഉണ്ടാവും. അഗാരിക്കസിന് ശരിക്കും കുത്ത് തന്നെ ആയിരിക്കും ഡയബറ്റീസിൽ. ഓക്കെ, പിന്നെ നമുക്ക് ആലോചിക്കാം അഗാരിക്കസ് ആണ് ശരിക്കും ഇതിന് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 5 മെഡിസിൻ തമ്മിൽ ഒറ്റ സ്പോട്ടിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി ഈസി. ഒന്ന്, അഗാരിക്കസിന് നല്ല നമ്മള് ഇത് കുത്തുന്ന പോലെ, എന്തെന്നാ പറയാ, നമ്മളുടെ കൈയൊക്കെ ശരിക്കും ആരോ കുത്തുന്ന പോലെ, നമ്മൾ പിന്നൊക്കെ വെച്ച് കുത്തുന്ന പോലെ ആയിരിക്കും. അത് വിത്ത് ഡയബറ്റീസും കൂടി ആണെങ്കിൽ അഗാരിക്കസ് നമുക്ക് ആലോചിക്കാം. അതും ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സ് ആയിരിക്കും. രണ്ടാമത്തത് ഇതാണ്, എന്താന്ന് പറയാ, നമ്മുടെ അടുത്ത മെഡിസിൻ ഏതായിരുന്നു ഞാൻ പറഞ്ഞത്? അഗാരിക്കസും പിന്നെ പാരിസ് ക്വാഡ്രിഫോളിയ, ആസനിക് ആൽബ്. ആസനിക് ആൽബിന് ഇതേ സിംറ്റംസ് വരും വിത്ത് ഡയബറ്റീസ്. ബേണിങ്ങും കൂടി ഉണ്ടാവും. ആസനിക് ഇസ് എ ട്രൈ ഓഫ് ബേണിംഗ് ആണ്. അപ്പൊ ബേണിങ്ങിൽ ഒന്നാണ്, ബേണിംഗ് ആൻഡ് ഒരുമാതിരി കുത്തുന്ന സിംറ്റംസും കൂടി ഉണ്ടെങ്കിൽ ഇതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമ്മൾ വരുമ്പോ ചോദിക്കുക പുകച്ചിലുണ്ടോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പൊള്ളുന്ന പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മെഡിസിൻ ആസനിക് ആൽബ് ആയിരിക്കും, വേറെ മെഡിസിൻസ് ആയിരിക്കില്ല. നമ്മളുടെ ലോവർ ലിംബിലാണെങ്കിലോ? ലോവർ ലിംബിലും ഇതേ സിംറ്റംസ് തന്നെ വരും. പിന്നെ ലോവർ ലിംബില് വേറെ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് നോക്കണം, വെരിക്കോസ് വെയിൻ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല, ഡയബറ്റിക്കിലാണെങ്കിലും സിംറ്റംസ് ഒക്കെ ഇത് തന്നെ. ഇങ്ങനെ ആയിരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യാം നമുക്ക്. നമുക്ക് കൂടുതൽ ചിലപ്പോൾ ചോദിക്കാൻ പറ്റില്ല. ഒരു 10 പേഷ്യന്റോ 2-3 പേഷ്യൻസ് പുറകിലുണ്ടെങ്കിൽ, പുറത്തിരിപ്പുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമയം എടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻസിന് നമുക്ക് മെഡിസിൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഒറ്റ ക്വസ്റ്റ്യൻ മതി, കുറേ ഒന്നും ചോദിക്കണം എന്നില്ല. കയ്യിൽ മരവിപ്പുണ്ടല്ലേ, അതിന്റെ കൂടെ പുകച്ചിലുണ്ടോ, ഷുഗർ ഉണ്ടോ, എനിക്ക് മെഡിസിൻ റെഡിയായി. പിന്നെ ബാക്കിയുള്ളതൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്. അതും കൂടി കൺഫേം ചെയ്യുന്നുണ്ടെങ്കിൽ ആസനിക് ആണോ അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ഈ രണ്ട് സിംറ്റം കിട്ടിയാൽ നമ്മുടെ ആസനിക് ആൽബാണോ മറ്റേതാണോ എന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ്, നമ്മൾ എപ്പോഴും അങ്ങനെ ആവണല്ലോ, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നമ്മൾ എങ്ങനെ വരണം എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇതാണ് ബാക്കി 3 മെഡിസിൻസിന്റെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, കൊക്ക എന്ന് പറയുന്ന ഒരു സാധനത്തിന് വൺ ഓഫ് ദ ബെസ്റ്റ് മൗണ്ടനേഴ്സിന് മാത്രമല്ല, നമ്മൾ പറയും മൗണ്ടനേഴ്സ് ആണ്. നമ്മൾ ഊട്ടി പോയി അല്ലെങ്കിൽ നമ്മളൊന്ന് മൂന്നാറിൽ പോയി, നമുക്ക് തലവേദന വന്നു, നമ്മൾ മൗണ്ടനേഴ്സും അല്ല ഒന്നുമല്ല. നമ്മളൊന്ന് അടിച്ചു പൊളിക്കാൻ പോയി, കുറച്ച് ഹൈറ്റ് കയറി വന്ന് കൊടൈക്കനാൽ പോയി അല്ലെങ്കിൽ ഊട്ടി പോയി അല്ലെങ്കിൽ മൂന്നാർ പോയി അല്ലെങ്കിൽ വയനാട് പോയി, നമുക്ക് തലവേദന വന്നു. ട്രാവലിംഗ് കാര്യമല്ല ഞാൻ പറഞ്ഞത്. അവിടെ ചെന്നിട്ട് നമുക്ക് പൊക്കത്തിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് തലവേദന വരിക. BP ആയിരിക്കും ചിലപ്പോൾ ഒരു കാരണം, ചിലപ്പോൾ ലോ BP ആവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് സിംറ്റംസ് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം BP ആണോ എന്നൊക്കെ നോക്കാം. പക്ഷെ ആ ഒരു സിംറ്റം വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെഡിസിനിലൊന്നാണ് കുക്ക. ഓക്കെ, അതിന്റെ കൂടെ ചിലപ്പോൾ പാൽപിറ്റേഷൻ ഉണ്ടാവാം. നമ്മൾ മൗണ്ടനിയറിങ്ങിനൊക്കെ പോകുന്നവർക്ക്, നമ്മൾ കാറിൽ ചെന്ന് വയനാട് ഇറങ്ങി അല്ലെങ്കിൽ മൂന്നാർ പോയി അല്ലെങ്കിൽ ഊട്ടി പോയി, ഊട്ടി ചെന്ന് കഴിഞ്ഞാൽ ആ പോണ വഴിയും ഒക്കെ ഹൈറ്റ് ആണെങ്കിലും ഊട്ടിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊരു നിരന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഊട്ടി ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോൾഫ് കോഴ്സും ഇതൊക്കെ ഉള്ള നിരന്ന് കിടക്കുന്ന സ്ഥലം, പക്ഷെ ഹൈറ്റിലാന്ന് മാത്രം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് തലവേദന എന്ന് പറയുമ്പോൾ കൊക്കയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ട്രാവലിംഗ് സിക്നസ് അതൊക്കെ വേറെ, അങ്ങനെ ഹെഡേക്ക് വരുന്നത് നിങ്ങൾ വ്യത്യാസമുണ്ട്.
പിന്നെ ഫെയിന്റിങ്, പെട്ടെന്ന് ഫെയിന്റ് ആവണത്, ഷോക്സ് കമ്മിങ് ഫ്രം ഓക്സിപിറ്റ്. അതായത് കൊക്കയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ തലവേദന വരുന്നത് ഓക്സിപിറ്റ്, അതായത് നമ്മുടെ കഴുത്തിന്റെ ഭാഗം അല്ലെങ്കിൽ നേപ്പ് ഓഫ് ദ നെക്കിന്ന് മുകളിലോട്ട് വരുന്നതാണ്. ഓക്കെ, നമ്മുടെ ഓക്സിപിറ്റ് വെർട്ടിഗോ കമ്മിങ് ഫ്രം ഓക്സിപിറ്റ് അവിടെ നിന്ന് വരുന്നതാണ്. വിത്ത് ചിലപ്പോൾ തലകറക്കം ഉണ്ടാകും, ചിലപ്പോൾ തലകറക്കം ഉണ്ടാവില്ല. തലകറക്കം കൂടി ഉണ്ടെങ്കിൽ തലവേദനയും തലകറക്കവും അത് നമുക്ക് ലൊക്കേഷൻ മാത്രം കിട്ടുന്നുള്ളൂ എങ്കിൽ കൊക്ക. ബാക്കി സിംറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ പ്രിഫറൻസ് കൊടുക്കുക ഈ 3 കറക്റ്റ് സിംറ്റംസിനാണ്. അതായത് ഓക്സിപിറ്റിന്ന് മുകളിലോട്ട് വരുന്നു, തലകറക്കം ഉണ്ട്, പ്ലസ് ഹയർ ആൾട്ടിറ്റ്യൂഡ്. കൊക്ക കഴിഞ്ഞിട്ട് വേറെ മെഡിസിൻസ് ഞാൻ എന്തൊക്കെ സിംറ്റംസ് വന്നാലും നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ കൊക്കയുടെ വേറെ ഇൻഡിക്കേഷൻ ആണ് നമ്മുടെ ചെവിയിൽ ടിനിറ്റസ് അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാവുക. ഓക്കെ, അതൊരു വൺ ഓഫ് ദ ഇൻഡിക്കേഷൻസ് ആണ്. അപ്പൊ അതും കൂടെ ഉള്ള തലവേദനയാണെങ്കിൽ, അല്ലെങ്കിൽ ചെവി വേദന വിത്ത് ടിനിറ്റസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹെഡേക്ക് വിത്ത് ടിനിറ്റസ് ആണെങ്കിൽ കൊക്ക ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിലുണ്ട്. ഓക്കെ, പിന്നെ എപ്പിഫേഗസ്. എപ്പിഫേഗസിന്റെ ഭയങ്കര രസമുള്ളതാണ്. എപ്പിഫേഗസിന്റെ തലവേദന മിക്കവാറും ഈ ടെമ്പിൾസിലാണ്, നമ്മുടെ തലയുടെ സൈഡിലാണ് മിക്കവാറും 90% ഓഫ് ദ സമയത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ടെമ്പിൾസിലാണ് ഹെഡേക്ക് വരിക. ഛർദി ഉണ്ടോന്ന് വെച്ചാൽ ഛർദി ഒന്നുമില്ല ഡോക്ടർ, തലവേദന വരും, പക്ഷെ വരുന്നത് മുഴുവൻ സൈഡിൽ നിന്നാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് എങ്ങനെ കുറയും? എന്ത് ചെയ്താലും കുറയില്ല ഡോക്ടർ. കുറെ മരുന്ന് കഴിക്കും, ചിലപ്പോൾ ഒന്ന് കെടുക്കും, എന്നാലും കുറച്ച് ദിവസം ഉണ്ടാവും, 1 ദിവസം 2 ദിവസമൊക്കെ നിൽക്കും. അഗ്രവേഷൻ ലെഫ്റ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ എപ്പിഫീഗസ് ആണ്, സൈഡ് ആണ് ടെമ്പിൾസിലാണ്. ഇതാണ് സിക്ക് ഹെഡേക്ക് കമ്മിങ് ഓൺ വെൻ ഡീവിയേറ്റിംഗ് ഫ്രം ഓർഡിനറി പേഴ്സ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാത്തൊരു പണി. നമ്മൾ ഇന്ന് നടക്കാറില്ല, സാധാരണ നമ്മൾ റുട്ടീനായിട്ട് നടക്കാറില്ല, നമ്മൾ നടന്നു. നമ്മൾ ഉറക്കം 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് കിടക്കുന്ന ആൾ ചിലപ്പോൾ ഒരു 12 മണിയായി. അല്ലെങ്കിൽ ഇന്ന് സാധാരണ റുട്ടീനായിട്ട് ചെയ്യുന്നതിൽ കൂടുതൽ നേരം ഓഫീസിലിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ നേരം കളിച്ചു, അല്ലെങ്കിൽ കൂടുതൽ നേരം വായിച്ചു. നമ്മളൊരു 10-15 മിനിറ്റ് വായിക്കുന്ന ഒരാൾ ഇന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്നു. നമ്മൾ മൂവി കണ്ടു. നമ്മൾ സാധാരണ ചെയ്യാത്ത കാര്യങ്ങൾ വിട്ടിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് എപ്പിഫീഗസ് നല്ലതാണ്. ഹെഡേക്ക് ഫ്രം നെർവ് ടയർഡ്നെസ് കോസ്ഡ് ബൈ മെന്റൽ ഓർ ഫിസിക്കൽ എക്സോഷൻ പ്രിസീഡഡ് ബൈ ഹങ്കർ. അതായത് നമ്മുടെ വിശന്നിട്ട് തലവേദന വരുമ്പോൾ എപ്പോൾ നോക്കിയാലും നമുക്ക് വിശപ്പ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കേസുകളിലാണെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുക സൾഫർ കൻ നോട്ട് സ്റ്റാൻഡ് ഹങ്കർ, സൾഫറും എപ്പിഫീഗസ് ആണ്. പക്ഷെ സൾഫർ ഹെഡേക്കിനേക്കാളും കൂടുതൽ എനിക്ക് മെഡിസിൻസ് ഇങ്ങനെ ഒരു സിംറ്റത്തിൽ മെഡിസിൻസിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എപ്പിഫീഗസിനാണ്. ഹെഡേക്ക് ഫ്രം എക്സേഷൻ, ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഹെഡേക്ക് വരുന്നതിന് ഏറ്റവും നല്ല മെഡിസിനിലൊന്നാണ് എപ്പിഫീഗസ്. ഓക്കെ, ഹെഡേക്ക് ഫ്രം ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. നമ്മൾ പറയും നാട്രമ്യൂറും ഇഗ്നേഷ്യം ഒക്കെയാണ്, അതുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞു. പക്ഷെ അതിലും ഏറ്റവും കൂടുതൽ ഇൻഡിക്കേറ്റഡ്, നാട്രമ്യൂറിനേക്കാളും കൂടുതൽ ഇൻഡിക്കേറ്റഡ് ആയിട്ട് ഇമോഷണൽ ഡിസ്റ്റർബൻസ് വരുന്നത് പിക്രിക് ആസിഡ്. പിക്രിക് ആസിഡ് നമ്മൾ സാധാരണ ചിന്തിക്കാറ് പോലുമില്ല തലവേദനയ്ക്ക്, ഇല്ലേ? പിന്നെ വരുന്നത് മെസേറിയോ ആണ്. മെസേറിയോയും പിക്രിക് ആസിഡും ഒക്കെ നമ്മൾ ഇമോഷണൽ ഡിസ്റ്റർബൻസ് വെച്ച് തലവേദന വരുമ്പോൾ ആകെ നമുക്കറിയാവുന്ന 1-2 മെഡിസിൻ നമ്മൾ കൊടുക്കണത്, അയ്യോ ടെൻഷൻ, അവന് കുറച്ച് കരച്ചിൽ വന്നു, അല്ലെങ്കിൽ അത് വന്നു, അല്ലെങ്കിൽ ആ ഷോക്ക് വന്നു, ഉടനെ കൊടുക്കുന്ന നാട്രമ്യൂർ. ഇത് രണ്ടും നമുക്ക് ചിന്തിക്കാവുന്ന മെഡിസിനിലൊന്നാണ്. ഓക്കെ, ഇനി പിക്രിക് ആസിഡ് കുറച്ചും കൂടി ഡീറ്റെയിലിൽ പോയി ഹെഡേക്ക് പെയിൻ റിലീവ്ഡ് ബൈ ബാൻഡേജിങ് ടൈറ്റ്ലി. ബ്രയോണിയയുടെ മെഡിസിൻ ആണ്. ബ്രയോണിയയുടെ ഇൻഡിക്കേഷൻ ആണ് പിക്രിക് ആസിഡിന്. നമ്മളിങ്ങനെ വലിച്ചു കെട്ടിക്കിട്ട് കഴിഞ്ഞാൽ കുറച്ച് റിലീഫ് കിട്ടുന്നത് ബ്രയോണിയാണ്. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന മെഡിസിൻസിലാണ് ബ്രയോണിയ ഒന്നാണ് ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. ഓക്സിപിറ്റൽ പെയിൻ അതുണ്ട്. വേഴ്സ് ലൈറ്റസ്റ്റ് മെന്റൽ എക്സേഷൻ. പിക്രിക് ആസിഡിന്റെ
ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി. നാട്രമ്യൂറിന് ഗ്രീഫോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണം. ഇത് അതിനും അതും വേണ്ട. ആരെങ്കിലും ഒന്ന് ചീത്ത പറഞ്ഞാൽ അപ്പൊ തലവേദന, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഇമോഷണൽ ഡിസ്റ്റർബൻസ് വന്നു അപ്പൊ തലവേദന. അത് പിന്നെ തല കെട്ടി പിടിച്ച് ഒന്ന് കെടുന്നാലൊക്കെ കുറയുള്ളൂ. പിക്രിക് ആസിഡ്, വേറെ ഒന്നും ചിന്തിക്കേണ്ട. യു ട്രൈ. ഇതുവരെ ട്രൈ ചെയ്യാത്തവര് ട്രൈ ചെയ്തിട്ട് ഒന്ന് വിളിച്ചു പറയണം. വെറുതെ ട്രൈ ചെയ്താൽ പോരാ, എന്നെ അറിയിക്കുകയും കൂടി വേണം. ഓക്കെ. പിന്നെ കുറെ നേരത്തെ മെന്റൽ സ്ട്രെയിനും അതൊക്കെ, ആങ്സൈറ്റി, ഡ്രെഡ് ഓഫ് ഫെയിലിയർ ഓഫ് അറ്റ് എക്സാം. നമ്മൾ ഏതാ ചിന്തിക്കുക? ജെൽസീമിയം, അർജന്റൻ നൈട്രിക്കം, ഇത് രണ്ടുമാണ് എക്സാം ഫിയർ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇല്ലേ? ADHD പേഷ്യന്റ് അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് പരീക്ഷ പേടി വരുമ്പോൾ നമുക്ക് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫെയിലിയർ അറ്റ് എക്സാമിനേഷൻ. നമ്മൾ ആകെ അറിയാവുന്ന, നമുക്ക് ആകെ, എനിക്കും നിങ്ങൾക്കും ഞാനും ഒക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ കുറെ നാളായിട്ട് നമ്മൾ ഇങ്ങനെ വരുന്ന ADHD കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെഡിസിനിലൊന്നും കൂടിയാണ് ഇത് പിക്രിക് ആസിഡ്. ഓക്കെ. ബ്രെയിൻ ഫാഗ്, അപ്പോഴും പിക്രിക് ആസിഡ് വരും. ഹെഡ് ഏക്ക് വിത്ത് നമ്മുടെ ജോണ്ടിസ് വരുമ്പോൾ, ജോണ്ടിസ് ബാരിയർ കയറിയിട്ട് നമ്മൾ പറയില്ലേ, അതിന് കൊടുക്കുന്ന ഒരു യെല്ലോ ഇഷ്യൂ വന്നു. ലിവർ ബ്രെയിൻ ബ്ലഡ് ബാരിയർ കയറി ബ്രെയിനിൽ വരുന്നു, അപ്പൊ തലവേദന വരുന്നെങ്കിൽ പിക്രിക് ആസിഡ് നമുക്ക് ജോണ്ടിസിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്, അല്ലെ? എക്സേർഷൻ ആഫ്റ്റർ ഷോപ്പിംഗ് വിത്ത് പ്രിസീഡഡ് ബൈ ഹങ്കർ, സൾഫറും എപ്പിഫേഗസും ആണ്. സൾഫറിന്റെ കാര്യം ഞാൻ കമ്പയർ ചെയ്തു. സൾഫർ ഹെഡേക്ക് ഒന്നും കൂടി നമുക്ക് പറയാവുന്നുള്ളത് കോൺസ്റ്റന്റ് ഹീറ്റ് ഓൺ ദ ടോപ്പ്. അതായത് നമ്മുടെ വേർട്ടെക്സ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഉച്ചിയിൽ ഒരു പുകച്ചില്, ഭയങ്കര ഹീറ്റ്, പുകച്ചില് വരും തലവേദന വരുമ്പോ. ഓക്കെ. heaviness and fullness, pressure in temples, beating headache, worse stooping with vertigo. worse stooping വരുന്നത് ഏതൊക്കെ മെഡിസിൻസ് വരും? ഹെഡേക്ക്, കാലിബൈക്ക്, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. സ്റ്റുട്ടലേറിയ. പക്ഷെ ഇവിടെ സൾഫർ ഇൻഡിക്കേറ്റഡ് വിത്ത് വെർട്ടിഗോ, വിത്ത് വേഴ്സ് സ്റ്റൂപ്പിംഗ്. സ്റ്റാൻഡിങ്ങിൽ ഹെഡേക്ക്. ഓക്കെ. സ്റ്റാൻഡിങ്ങിൽ ഹെഡേക്ക് നമുക്ക് കിട്ടുന്നു, സ്റ്റൂപ്പിങ്ങിൽ ഹെഡേക്ക് കിട്ടുന്നു. അത് സൾഫർ പേഷ്യന്റ് ആണെങ്കിൽ ഒരു ചെറിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ആളെ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാം സൾഫറിന്റെ ഇൻഡിക്കേഷൻസ്. ഓക്കെ. വേറെ പാത്തോളജി ഒന്നുമില്ല എന്ന് 100% കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ സോറിക് ട്രീറ്റ്മെന്റ് ആയിട്ട്, ഇതായിട്ട് ഇൻഡിക്കേറ്റഡ് സോറിക് മെഡിസിൻ ആയിട്ട് സൾഫർ നമുക്ക് കൊടുക്കാം. സിക്ക് ഹെഡേക്ക് റിക്കറിംഗ് പീരിയോഡിക്കലി. ഏതൊക്കെ മെഡിസിൻസ് വരും നമുക്ക്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്യൂനാന്തസ്, സെഡ്രോൺ, അല്ലേ? നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതിന്റെ കൂടെ ചിന്തിക്കാൻ പറ്റുന്ന മെഡിസിൻ ആണ് സൾഫർ. ഓക്കെ. പിന്നെ ടീലിയ എന്ന് പറയും, പ്യൂലെക്സ് എന്നും പറയും. അതൊരു ലിവർ മെഡിസിൻ ആണ്. ഓക്കെ. പെയിൻ ഫ്രം ഫോർഹെഡ് ടു റൂട്ട് ഓഫ് ദ നോസ്. തിരിച്ചെങ്ങനെയാ? സ്പൈജീലിയ, ഫ്രം റൂട്ട് ഓഫ് ദ നോസ് ടു ദ ബാക്ക്, സ്പൈജീലിയ. ഇത് ഫോർഹെഡ് ടു ദ റൂട്ട്, ബാക്കിലോട്ടൊന്നും പോണില്ല. ഫോർഹെഡിൽ നിന്ന് നേരെ റൂട്ട് ഓഫ് ദ നോസ്. കാരണം മിക്കവാറും സൈനസൈറ്റിസ് ആവും, അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ ആവാം, സംതിങ് എൽസ്. ഓക്കെ. ഫ്രണ്ടൽ ഹെഡേക്ക്, വേഴ്സ് നോയ്സ്, മോഷൻ, നൈറ്റ്, റബ്ബിംഗ് ഓഫ് ദ ഐസ് വിത്ത് അസിഡിറ്റി. അസിഡിറ്റി വിത്ത് ഹെഡേക്ക് ആണെങ്കിൽ, ഇഫ് ദർ ഇസ് എനി ലിവർ ഇൻവോൾവ്മെന്റും കൂടി ഉണ്ടെങ്കിൽ ടീലിയ, ഈ മെഡിസിൻ നിങ്ങൾക്ക് കിട്ടുന്ന മെഡിസിൻസ് ആണ്. പ്യൂലെക്സ് എന്ന് പറഞ്ഞാലും കിട്ടും, ടീലിയ എന്ന് പറഞ്ഞാലും കിട്ടും. ഓക്കെ. സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങളാണ് ഇതൊക്കെ. ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ 1+1=2. 1+1 13 14 ആക്കണ്ട നമ്മൾ. ഇത്രയും സിമ്പിൾ ആണ് ഹോമിയോപ്പതി. ഇത്രയും സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും, ഈവൻ എ ബിഗിനറിന് പോലും ചികിത്സിക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. ഐ സ്ട്രെയിൻ വന്നിട്ട് ഹെഡേക്ക് വന്നാല് റൂട്ടേം, ജെബ്രാൻഡിയം, ഓനസ്മോഡിയം. എപ്പിഫാഗസും ഉണ്ട്. എപ്പിഫാഗസ്, ഒറോബാങ്ക്.
അതിന്റെ ബീച്ച് ഡ്രോപ്പ് എന്ന് പറയും. റൂട്ട, ഐ സ്ട്രെയിനും ഫോളോഡ് ബൈ ഹെഡ് ഏക്ക്. അത് എല്ലാവർക്കും അറിയാവുന്ന. വേറൊരു മെഡിസിൻ പറഞ്ഞത് ജബ്രാൻഡിയാണ്. ഐ സ്ട്രെയിൻ വന്നാൽ പൈലോകാർപ്പിനും ഉണ്ട്. ഐ സ്ട്രെയിൻ കൊണ്ട് ഹെഡ് ഏക്ക് വന്നു കഴിഞ്ഞാൽ പൈലോകാർപ്പിനും റൂട്ടയുണ്ട്. ഓക്കെ, പൈലോകാർപ്പിനും ഗ്ലൂക്കോമയ്ക്കും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. ഓക്കെ, ഐസ് റെഡ്, ഹോട്ട് ആൻഡ് പെയിൻഫുൾ ഫ്രം സ്യൂയിങ് ഓർ റീഡിങ് ഫൈൻ പ്രിന്റ്സ്. നമുക്ക് കണ്ണ് ബുദ്ധിമുട്ടാണ്, പക്ഷെ വായിക്കണം എന്നുണ്ട്, നമ്മൾ വായിച്ചു. അങ്ങനെ വരുന്ന ഹെഡ് ഏക്ക്. ഡിസ്റ്റർബൻസ് ഓഫ് അക്കോമഡേഷൻ, റൂട്ട. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഞാൻ നിർത്താൻ, കാരണം 10 മണിയായി. ഇനി ആർക്കെങ്കിലും നമ്മുടെ ടോപ്പിക് ചോദ്യോത്തര വേളയാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു 2 മീഡിയം 10 മണിയല്ല 10:30 10 മണി ആയി. ചോദ്യോത്തര വേള 10:30 ഡോക്ടറെ അത് പറഞ്ഞത് 10 സമയം മണിക്ക് മാറി. നിർത്തി അല്ല അനിൽകുമാർ ഡോക്ടറെ, നിർത്താനല്ല, നിർത്താനല്ല, അരമണിക്കൂർ ചോദ്യോത്തര വേള. അരമണിക്കൂർ വേണോ? 15 മിനിറ്റ് മതി. അതല്ല, ഇന്നത്തെ പ്രോഗ്രാം ചോദ്യോത്തര വേളയായിരുന്നു. ശരി. ഓക്കെ. അല്ല, അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. എന്താണോ അല്ലെങ്കിൽ ഇനി വേറെ ദിവസം എല്ലാരും ഏ? പറയുന്ന പോലെ മെജോറിറ്റിക്ക് വിടാം. എന്താണ് മെജോറിറ്റി എന്താ പറയുന്ന? സംശയങ്ങൾ ചോദിക്കാൻ ആരെങ്കിലും റെഡിയായി ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഒക്കെ പറയണേ. ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ സാർ ക്ലാസ്സിലേക്ക് പോകും. എന്താ വേണ്ടേ? റൂട്ട മുതൽ ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. റൂട്ട ഇച്ചിരി സ്പീഡായിരിക്കും. റൂട്ട മുതൽ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. കണ്ടിന്യൂസ് റാനിയ മതി. ഓക്കെ, റൂട്ട എല്ലാവർക്കും അറിയുന്ന പോലെ ഐ സ്ട്രെയിൻ, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഐ സ്ട്രെയിൻ, ഹെഡ് ഏക്ക്, തലവേദന വിത്ത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഐ സ്ട്രെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പവർ പ്രശ്നങ്ങളുണ്ട്, ഇതുണ്ട്. ഇന്നും കൂടി ഒരു പേഷ്യന്റ് വന്നു, പവറിന്റെ പ്രോബ്ലം വന്നു. ഞാൻ എൻ്റെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു അമൽ ചന്ദ്ര എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. ആ കേസ് അക്കോമഡേഷൻ ശരിയാക്കാനുള്ള എക്സസൈസുകളും കാര്യങ്ങളും, ഈസ് എൻ എക്സ്പെർട്ട്. അപ്പൊ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. നമുക്ക് റൂട്ട കൊടുക്കാൻ പറ്റും, ചിലപ്പോൾ മെഡിസിൻ ഇല്ലാതെ ആ കുട്ടിക്ക് പവർ തിരിച്ചു വരാം. ഒരു 6 വയസ്സ് ഉള്ള കുട്ടി, 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടിയാണ്. ഓക്കെ, നമ്മൾ പവറിൽ വ്യത്യാസങ്ങൾ, ഗ്രോയിങ് പീരീഡിൽ പവർ കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ ആ കേസ് മെഡിസിൻ നമ്മളുടെ ഭാഗത്തു നിന്ന് കൊടുക്കുക. മൂപ്പര് ഹോമിയോ ഡോക്ടറും കൂടിയാണ്. അപ്പൊ ഇതൊരു കമ്പൈൻഡ് എഫേർട്ടിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നമ്മൾ ആ ജൂനിയർ ആയിട്ടാണെങ്കിലും നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നു, നമ്മൾ അവർക്ക് റെഫർ ചെയ്യുന്നു. ഹീസ് എൻ എക്സ്പേർട്ട് ഇൻ ദ കേസ് ഓഫ് ഐ എക്സസൈസസ്. എറണാകുളത്താണ്. എൻ്റെ ക്ലിനിക്കിൽ നിന്ന് ഒരു 1.5-2 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ ആ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അതുകൊണ്ട് ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ജൂനിയർ കേസ് എടുക്കും, ഒന്നും നടക്കൂല. എന്നെ കാണാൻ വരുന്നവർ എന്നെ തന്നെ കാണും, നിങ്ങളെ കാണാൻ വരുന്നവർ നിങ്ങളെ തന്നെ കാണും. പക്ഷെ ഒരു കമ്പൈൻഡ് എഫേർട്ടിൽ ആ കുട്ടിക്ക് ഐ പവർ കൂടാതെ വിഷൻ കൺട്രോൾ നോർമലിലോട്ട് വന്ന് ആ കുട്ടിയുടെ കണ്ണട മാറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ ഹോമിയോപ്പതിക്കാണ് ഗുണം. അപ്പൊ ചില കേസുകളിൽ നമ്മൾ കമ്പൈൻഡ് എഫേർട്ട് എടുക്കണം. ഒരാള് നമ്മളെക്കാളും എക്സ്പെർട്ടൈസ് ചെയ്ത് അത് ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആ കേസ് വിട്ടുകൊടുക്കണം, റെഫർ ചെയ്യണം, അത് വർക്കൗട്ട് ചെയ്യണം. ആ കേസ് തിരിച്ച് നമ്മളുടെ അടുത്ത് തന്നെ വരും. പലപ്പോഴും എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ റെഫർ ചെയ്ത ഒരു കേസും ഒരു ഡോക്ടർക്കും തട്ടിയെടുക്കാൻ പറ്റിയിട്ടില്ല, തട്ടിയെടുക്കുകയില്ല അവർ. അപ്പൊ നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ഞാൻ മാത്രമുള്ളൂ ഹോമിയോപ്പതിയിൽ, ഞാനാണ് ലോകത്ത് കഴിഞ്ഞിട്ട് അല്ല. നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ജൂനിയേഴ്സിന് അറിയാം. അവരതിന്റെ എക്സ്പേർട്സ് ആണ്. നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുക, നമ്മൾ അവരുടെ അടുത്ത് കാര്യം പറയാം. അവർക്ക് അവരെക്കാളും റെസ്പെക്ട് ഉണ്ടാവും തിരിച്ചു. അതുകൊണ്ട് നമ്മൾ അവർക്ക് കേസ് റെഫർ ചെയ്യാം. ഇന്ന് ആ കേസ് കുട്ടിക്ക് ഞാൻ വിട്ടിട്ടുണ്ട്. 100% ഷുവർ ഒരു 2 to 3 months ആ കുട്ടി നമ്മളുടെ മെഡിസിനും ഈ ഒരു എക്സസൈസും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ആ കുട്ടിയുടെ കണ്ണട നമുക്ക് മാറ്റാൻ പറ്റും. അതാണ്
ലൈഫിൽ ആ കുട്ടിക്ക് നമുക്ക് ഹോമിയോപ്പതി കൊണ്ട് കൊടുക്കാവുന്ന ലൈഫിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ആ കുട്ടി നമുക്ക് വേണ്ടി എന്നും ഇതുണ്ടാവും. ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ ഒരു അംബാസഡർ ആയിട്ട് ആ കുട്ടി മാറും. ഐ സ്ട്രെയിൻ, ഐ റെഡ് ഹോട്ട് പെയിൻഫുൾ ഫ്രം സൂയിങ്. നമ്മൾ പഴയ ആൾക്കാർ ഇപ്പോഴുണ്ടോന്നറിയാം, നമ്മൾ ടൈലേഴ്സിനൊക്കെ ഉണ്ട്, കണ്ണ് ഇങ്ങനെ നോക്കിയിട്ട് അവർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ റീഡിങ് നമ്മൾ വായിക്കുമ്പോഴൊക്കെ സ്ട്രെയിൻ ചെയ്യേണ്ടത്, നമ്മുടെ സിസ്റ്റം നോക്കുമ്പോൾ നമുക്ക് കാണുന്നില്ല. അപ്പൊ ഞാനും ഇപ്പൊ റൂട്ട കുറേശ്ശെ വയസ്സായി വരികയല്ലേ എന്ന് പറയുന്നത്. ഗ്ലാമറൊക്കെ പോയി എന്ന് പറയണത്. എന്നാലും കുഴപ്പമില്ലാത്ത ഗ്ലാമർ ഉണ്ട്. എന്നാലും പിടിച്ചു വെക്കണ്ടേ നമ്മുടെ പിള്ളേരുടെ. അങ്ങനെ കാണുന്നില്ലല്ലോ. ഇന്നത്തെ അല്ല, എല്ലാ ദിവസവും കാണുന്നവരാണല്ലോ നിങ്ങളൊക്കെ. ഇന്നത്തെ വിട്ട് നമുക്ക് അടുത്ത ആഴ്ച ഞാൻ കുറച്ചും കൂടി ഗ്ലാമർ ആയിട്ട് വരാം. ഓക്കെ, റൂട്ട പറഞ്ഞ ആൾക്ക് സംശയങ്ങൾ മാറിയോ? ഡിസ്റ്റർബൻസസ് ഓഫ് അക്കോമഡേഷൻ മാറി. അതിന്റെ പൊട്ടൻസി ഏതാണ് സാറേ? പൊട്ടൻസി 6 മുതൽ 30. റൂട്ട് അതിന് റിസ്ക് എടുക്കാൻ ധൈര്യമുള്ള ആളാണെങ്കിൽ 10M. ഓക്കെ, 10M TDS 2 hourly ഡിപ്പെൻഡിങ് ഓൺ ദ സിവിയറിറ്റി. നമ്മളത് അക്യൂട്ട്നെസ് വരികയാണെങ്കിൽ ഞാൻ ചില കേസുകളിൽ 10M 1 hourly 2 hourly 3 hourly 4 hourly 5 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ആളാണ്. എവറി അവർലി റിപ്പീറ്റ് ചെയ്യുന്ന ആളാണ്. ചില കേസുകളിൽ 15 minutes പോലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ആളാണ്. അതിന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് എൻ്റെ എക്സ്പീരിയൻസ്, 2 റിസ്ക് എടുക്കുക. ചില കേസുകൾ നമ്മൾ റിസ്ക് എടുത്തേ പറ്റും. മെഡിസിൻ ഇൻഡിക്കേറ്റഡ് ആണ്, ഹയർ ദ പൊട്ടൻസി ആണ്. സിമിലിയം നമുക്ക് കിട്ടുന്നു ഉറപ്പുണ്ടെങ്കിൽ ഗോ ഹിറ്റ് ഇറ്റ്, ബുൾസൈ കൊടുക്കുക. അതിലും മാറിയിരിക്കും. ഒരു 5-6 ദിവസം കൊണ്ട് മാറുന്നതും നമ്മളുടെ മെഡിസിൻ ചെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് മാറുന്നതും അതിന്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എല്ലാവരുടെ അടുത്തും ഞാൻ അത് പറയില്ല. കാരണം വെച്ചാൽ ബിഗിനേഴ്സിന് ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും. പ്രത്യേകിച്ച് ഹെഡ് ഏക്ക് റിലേറ്റഡ് ഒക്കെ മെഡിസിൻസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് സം കോൺഫിഡൻസ്. ഓക്കെ, അത് ഓവർ ദ ഇയേഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിൽ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് 6 മുതൽ റൂട്ട 6 ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ് ഇങ്ങനത്തെ കേസുകൾ. ഐ സ്ട്രെയിനിൽ ജബ്രാൻഡിയിലും ഇതുപോലെ തന്നെ 30 വരെ നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റും ചെയ്യാൻ പറ്റും, ഒരു റിസ്കും ഇല്ലാതെ. മറ്റേത് ഞാൻ സീനിയേഴ്സിന് വേണ്ടി വിട്ടുകൊടുക്കുക. ജൂനിയേഴ്സിനും ചെയ്യാൻ പാടില്ല എന്നല്ല. ആർക്ക് ധൈര്യമുള്ളവർ കളിക്കണം. കാരണം കളിച്ചാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. അല്ലാതെ നമ്മള് എന്താ പറയാ, എല്ലാം സേഫ് ഇതിൽ കളിച്ച കളി പഠിക്കില്ല. കളി പഠിക്കണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കണം. ഓക്കെ, ജബ്രാൻഡി ഐ സ്ട്രെയിൻ ഫ്രം വാട്ട് എവർ ദ കോസ്. എന്ത് കോസ് ഉണ്ടെങ്കിലും ഐ സ്ട്രെയിൻ വിത്ത് ഹെഡ് ഏക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജബ്രാൻഡി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അതിന്റെ ഇതാണ് പൈലോകാർപ്പിൻ. ഓക്കെ, ഐ ഈസിലി ഗെറ്റ് ടയർഡ് ഫ്രം സ്ലൈറ്റസ്റ്റ് യൂസ്. വെറുതെ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്നും ചെയ്ത് കണ്ണ് സ്ട്രെയിൻ ചെയ്യും. ജബ്രാൻഡി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഹീറ്റ് ആൻഡ് ബേണിംഗ് ഇൻ യൂസ്, headache, smarting and pain in the globe on use. അതായത് ഐ ബോൾസിൽ. ഇത്രയൊക്കെ പോരെ ജബ്രാൻഡിക്ക്? നമ്മൾ വേറെ തലകുത്തി മറിയൊന്നും വേണ്ട. ഓക്കെ, ജബ്രാൻഡിയുടെ പിന്നെ വേറെ അടുത്ത യൂസ് അറിയാലോ, നമ്മുടെ തലയിൽ ഉപയോഗിക്കാന്നുള്ളത്, ചെമ്പരത്തി. പിന്നെ ചെവിയിലും വെക്കാം. ഓക്കെ, പിന്നെ ഓനസ്മോഡിയം, marked association of head and eye symptoms with muscular tiredness and weakness. മറ്റേത് ഐ സ്ട്രെയിൻ ആണ്. ഓക്കെ, ഇവിടെ പാരാലിസിസ് ഓഫ് ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ നമ്മുടെ മസിൽ, സീലിയറി മസിൽസ്. ഡിഫറൻസിയേഷൻ ഇതാണ്. ഓക്കെ, CT സ്കാൻ ചെയ്ത് നമുക്ക് ഡിഫറൻസിയേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സീലിയറി മസിൽസോ അല്ലെങ്കിൽ നമ്മുടെ ഒപ്റ്റിക് നെർവ് കണക്റ്റഡ് ആയിട്ടുള്ള ഒപ്റ്റിക് നെർവ് ഡാമേജസോ എന്തെങ്കിലും വിത്ത് ഹെഡ് ഏക്ക് ആണെങ്കിൽ ഓനസ്മോഡിയം. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾമോസ്റ്റ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന, മൈഗ്രെയിനിന് വേണ്ടി ചിന്തിക്കാവുന്ന ഒരു മെഡിസിനും കൂടിയാണ് ഓനസ്മോഡിയം.
ഇൻഡിക്കേഷൻ കൂടുതൽ ചോദിക്കേണ്ട, ബോറിക്കിൽ ഒരു വരിയേ ഉള്ളൂ. കൂടുതൽ എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ എനിക്കും പറയാൻ പറ്റില്ല. ബോറിക്കിൽ എടുക്കുക, ഇറ്റാലിക്സിൽ ഉണ്ട് റെമഡി ഫോർ മൈഗ്രെയിൻ. ആ ഒരൊറ്റ വരി മതി നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ. കാരണം ഞങ്ങളത് ക്യാമ്പുകളിലും അല്ലാതെയും പേഷ്യൻസിനും കൊടുത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ പണ്ടും ഇന്നും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് റെമഡി ഫോർ മൈഗ്രെയിൻ. 10-100 കേസുകൾ, എത്രയോ കേസുകൾ നമ്മൾ കൊടുത്തിട്ട് വേറെ ഒന്നും കൊടുക്കാതെ ഇതുകൊണ്ട് മാത്രം പൊട്ടൻസി 30. ഇത് ഞാൻ പറയുന്നത് എല്ലാം അപ്ലിക്കബിൾ ടു 30. 1 and above യൂസ് ചെയ്യാം. ചിലത് 6C പറഞ്ഞല്ലോ, റൂട്ട 6 അത് ഓനസ്മോഡിയം 6 പോവാം. ഇതൊക്കെ എന്തെന്നാ പറയാ, ചിലപ്പോൾ നമ്മുടെ അടുത്ത് 6 ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഇല്ലാത്തപ്പോഴും നമ്മൾ 6 ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുക. 30 നമുക്ക് കൊടുക്കാം. 30ലും റിസൾട്ട് ഉണ്ട്, 6ലും റിസൾട്ട് ഉണ്ട്, 1mലും റിസൾട്ട് ഉണ്ട്, 10mലും റിസൾട്ട് ഉണ്ട്. 200 ഞാൻ കാര്യമായിട്ട് യൂസ് ചെയ്യാറില്ല. 6, 30, 1m, 10m, cm, 50m ആ റേഞ്ചസിൽ കൊടുക്കാറുണ്ട്. ലോയിലും കൊടുക്കാറുണ്ട്. അപ്പൊ എല്ലാ പൊട്ടൻസിയിലും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്, റിസൾട്ട് കിട്ടാറുണ്ട്. ഹയർ പൊട്ടൻസിയിൽ ചിലപ്പോൾ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടാത്ത കേസ് ഉണ്ടാവും. അതൊരു ഡോക്ടറുടെ ഡിസ്ക്രിപ്ഷനാണ്, നമ്മുടെ എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. അതൊരു പോസോളജിയുടെ അത് ഒരു രണ്ട് ക്ലാസ് പെൻഡിങ് ഉണ്ട്. ഒന്ന് പോസോളജി ക്ലാസ് ഉണ്ട്, ഒന്ന് മയാസം ക്ലാസ് ഉണ്ട്. അത് ഞാൻ ഒക്ടോബർ 20 ശേഷം ഞാൻ ക്ലാസ് എടുക്കാം. ഈസി ആൻഡ് ഫാസ്റ്റർ ആയിട്ട് നമുക്ക് പോസോളജി കണ്ടുപിടിക്കാം. ഡോക്ടർ ഇനി എത്ര മെഡിസിൻ ഉണ്ട്? മെഡിസിൻ പറയാനാണെങ്കിൽ കുറെയൊക്കെ ഉണ്ട്. കുറെ ഉണ്ട്. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. പിന്നെ സിങ്കമെറ്റൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണതിനുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു ക്ലാസ്സിൽ. ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. കണ്ടു. അതാണ് ഇനി കുറച്ചേ ഉള്ളെങ്കിൽ തീർത്തിട്ട് ചർച്ചയിലേക്ക് പോകാന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഒത്തിരി ഉണ്ടെങ്കിൽ 5-8 മെഡിസിൻ ഉണ്ട്. അപ്പോഴാ നമുക്ക് ഇനി ഒരു ക്ലാസ്സിലേക്ക് വെക്കാം. സിംഗത്തിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഹരിഹരൻ സാർ എന്തോ ചോദിക്കാൻ വേണ്ടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഓക്കെ. ഞാന് ഡോക്ടർ സാഹസേട്ടൻ എല്ലാം മിക്കവാറും എല്ലാം അദ്ദേഹം ഈ റെയർ മെഡിസിനിലെ ഒരു എക്സ്പെർട്ടാണ്. അദ്ദേഹത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒബ്സർവേഷൻസ് ഒക്കെ കൊള്ളാം, നല്ലതാണ്. പക്ഷേ ഞാനൊക്കെ ഞാനൊക്കെ ഒരു ഹെഡേക്ക് ഡീൽ ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ 2-3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് ഒന്ന് അതിന്റെ പൊസിഷൻ, ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി. ഇത്രയും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി മെഡിസിനിലേക്ക് അറൈവ് ചെയ്യാൻ പറ്റും. ഈ പോളിക്രസ്റ്റ് തന്നെ വെച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ മെഡിസിൻ, ഇപ്പൊ അതിന് ഉദാഹരണമായിട്ട് ജെൽസീമിയത്തിന്റെ ഹെഡേക്ക് എങ്ങനെ സാധാരണയായിട്ട് അത് ഈ ഏതാണ്ട് നെറ്റിയിലാണ് അതിന്റെ തുടക്കം. എന്നിട്ട് അത് ഇറ്റ് ഈസ് ട്രാവലിംഗ് ടു ദി ബാക്ക്, പുറകിലോട്ട് വരും. അത് ജെൽസീമിയത്തിന്റെ ഒരു ഇതാണ്. ഇല്ലെങ്കിൽ പുറകിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുമ്പിലോട്ട് വരും. അത് ജെൽസീമിയത്തിന്റെ പ്രത്യേകതയാണ്. പിന്നെ ഈ ബെലഡോണയുടെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ? ബെലഡോണ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് ഈ ത്രോബിങ് ഓഫ് കരോട്ടിഡ്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ പ്രിസ്ക്രൈബ് ബെലഡോണ. ഞാൻ പൊട്ടൻസിയെ കുറിച്ചൊന്നും പറയില്ല. പൊട്ടൻസിയൊക്കെ പോസോളജി അതൊക്കെ ഓരോ ഡോക്ടർമാരുടെ ഇതനുസരിച്ചിരിക്കും. ഞാനാണെങ്കിൽ ഇത് ബെലഡോണ ആണെങ്കിൽ 1m പൊട്ടൻസി കൊടുക്കും. പിന്നെ നെക്സ്റ്റ് ഈസ് ക്ലോണൈൻ. വൺ ഓഫ് ദി മെയിൻ മെഡിസിൻ ആണ് ക്ലോണൈൻ. അതായത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിട്ട് തലവേദന വരികയാണെങ്കിൽ നമ്മൾ ഈ ക്ലോണൈൻ 0/3 ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ തലവേദന കുറയും. പക്ഷെ ക്ലോണൈന്റെ തലവേദന എവിടെയാണ്? അതാണ് പ്രശ്നം. അതായത് ഈ ടോപ്പ് ഓഫ് ദി ഹെഡിലാണ് മിക്കവാറും ഈ ക്ലോണൈന്റെ പിന്നെ പെയിൻ കാണുന്നത്. അതുവേണ്ടി ഇങ്ങനെ ത്രോംബിങ് പോലെ ഇരിക്കും.
ത്രോബിങ് പോലെ ഇരിക്കുന്നത്. പിന്നെ നാട്രമൂർ വൺ ഓഫ് ദി മെയിൻ മെഡിസിൻ ആണ്. നാട്രമൂറിന്റെ നമുക്കറിയാം, അതായത് നമ്മൾ തന്നെ നമുക്കറിയാം 1000 ഹാമേഴ്സ് ഇങ്ങനെ, അതായത് പടപടാന്ന് അടിക്കുന്ന കണക്കുള്ള പെയിൻ ആണത്. 1000 നമ്മൾ സാധാരണയായിട്ട് പഠിക്കുന്നതാണ്. അതൊക്കെ അതിന്റെ പിക്യുലിയാരിറ്റീസ് ആണ്. പിന്നെ സ്പൈജീലിയ ഒരു ലെഫ്റ്റ് സൈഡ് പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്, ദാറ്റ് ഈസ് സ്പൈജീലിയ. അതായത് അത് ഈ ഫേഷ്യൽ ന്യൂറാൾജിയ ഒക്കെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നമുക്ക് സ്പൈജീലിയ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യാം. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ ആണ് സാങ്കുനേറിയ. പിന്നെ വോമിറ്റിങ്ങും കൂടെ ഉണ്ട് എങ്കിലും നമുക്ക് സാങ്കുനേറിയ, വോമിറ്റിംഗ് റൈറ്റ് സൈഡഡ് ഹെഡേക്ക് വിത്ത് വോമിറ്റിംഗ്, ദാറ്റ് ഈസ് സാങ്കുനേറിയ. പിന്നെ ഐറിസിനും ഇതുപോലെ തന്നെയുള്ള ഒരു സിംറ്റം ഉണ്ട്, ദാറ്റ് ഈസ് ഡ്യൂ ടു ഐ സ്ട്രെയിൻ ആൻഡ് സംടൈംസ് വോമിറ്റിംഗ് ഉണ്ടാകും. എപ്പോഴും വോമിറ്റിംഗ് ഉണ്ടാകണമെന്നില്ല. ഐറിസ് അത് നല്ല മെഡിസിൻ ആണത്. പിന്നെ ഉള്ള മെഡിസിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല നാട്രം ഫോസിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വയറിന് അസ്വസ്ഥത ഉണ്ടായിട്ട് തലവേദന വരിക, നാട്രം ഫോസ് ബെസ്റ്റ് മെഡിസിൻ ആണ്. അതുപോലെ മെൻസസ് പീരീഡില് തലവേദന ഉണ്ടാവുക, നാട്രം ഫോസ് നല്ല മെഡിസിൻ ആണ്. ഇപ്പൊ എത്ര മെഡിസിനായി? പിന്നെ ബ്രയോണിയുടെ മെയിൻ നമുക്കറിയാം, അതായത് മൂവ്മെന്റില് ചെറിയ സ്ലൈറ്റ് മൂവ്മെന്റ് പോലും തലവേദന അഗ്രവേറ്റ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് റെസ്റ്റില് അമിലിറേഷൻ ആണെങ്കിൽ അത് ബ്രയോണിയാണ്. അതുപോലെ തന്നെ ഈ ബ്രയോണിയുടെ ഈ പത്തോളജി തന്നെ എന്താ, ആ പ്ലൂറൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ തലവേദന ബ്രയോണിയാണ് അതിന്റെ ഇൻഡിക്കേഷൻ. ഞാൻ ഈ പോളിക്രസ്റ്റ് ഒക്കെ പറയാൻ കാര്യം, പോളിക്രസ്റ്റിലുള്ള നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വേറെ ഒന്നും നോക്കണ്ട, ഒരു 4-5 ഡോസ് കൊണ്ട് നമുക്കത് തലവേദന മാറ്റി എടുക്കാം. പിന്നെ ഈ മെലിലോട്ടസ് ബെസ്റ്റ് മെഡിസിൻ. എപ്പോഴാണ് അത്? മൂക്കിൽ കൂടെ ബ്ലീഡിങ് ഉണ്ടാകുക, അപ്പോഴ് ഹെഡേക്ക് വിത്ത് ബ്ലീഡിങ് ഫ്രം നോസ്, മെലിലോട്ടസ് നല്ല ബെസ്റ്റ് മെഡിസിൻ ആണ്. പിന്നെ ഈ കൊളിൻസോണിയ എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്? ഹെമറോയിഡ്സ് വരുമ്പം തലവേദന വരുവാണെങ്കിൽ നമുക്ക് കൊളിൻസോണിയ കൊടുക്കാം. പിന്നെ കാലിബൈക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ സൈനസൈറ്റിസ് സിലീഷ്യ ഫോളോഡ് ബൈ കാലിബൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ ആണ് സൈനസൈറ്റിസിന്. എന്താ കാലിബൈക്ക് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ അതിന്റെ കൂടെ മൂക്കടപ്പം കൂടെ ഉണ്ടെങ്കിൽ കാലിബൈക്ക് നന്നായിട്ട് ആക്ട് ചെയ്യും, നമുക്കത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വിഷൻ സ്ട്രെയിൻ, അതെനിക്ക് തോന്നുന്നു ഡോക്ടർ സാദത്ത് സേട്ട് പറഞ്ഞെന്ന് തോന്നുന്നു. റൂട്ടയാണ് ഞാൻ സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ കമ്പ്യൂട്ടറൊക്കെ ഒത്തിരി നോക്കുന്ന അവർക്കൊക്കെ ആണെങ്കിൽ പിന്നെ റൂട്ട ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. പിന്നെ സ്പൈനൽ ഇഞ്ചുറിയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന മെഡിസിനാണ് ഹൈപ്പറിക്കം 10 3 ഡോസ് സാധാരണയായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഈ നോയിസസ് ഇൻ ഹെഡ്, അതായത് ചെവിക്ക് തലവേദന, ഡോക്ടറെ എന്റെ തലയിൽ എന്തോ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞ ഈ സെൻസേഷൻ ഒരു വലിയ പ്രധാന ഘടകമാണ് നമുക്ക് ഈ ഹോമിയോപ്പതിയിൽ. സെൻസേഷൻ ഈ അടുത്ത ദിവസം എന്റെയൊക്കെ ഒരു പേഷ്യന്റ് വന്നു, ഈ 2 ആഴ്ച മുമ്പ്. പല അലോപ്പതി ഡോക്ടർമാരുടെ എല്ലാം പോയി കറങ്ങി തിരിഞ്ഞാണ് അയാൾ എൻ്റെ ഒക്കെ വരുന്നത്. അയാൾക്ക് എന്താ ഒരു സെൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, അയാളുടെ തൊണ്ടയുടെ അറ്റത്ത് അയാൾക്ക് പൊള്ളിയ പോലെ ഒരു ഫീലിങ്, എന്നിട്ട് എന്തോ ഇരിക്കുന്ന കണക്ക് തോന്നുക. അയാൾ ആകെ അസ്വസ്ഥനായിട്ടാണ് എൻ്റെ ഒക്കെ വന്നത്. പക്ഷെ ഞാനത് നോക്കി, ആ സെൻസേഷൻ ആസ് ഇഫ് അതിന് പ്രത്യേക പേരുണ്ട്,
സ്കാൾഡഡ് ഫീലിംഗ് മറ്റാണ് അത്. അതൊക്കെ ഞാനത് നോക്കിയപ്പോ അതിന് കിടക്കുന്ന മെഡിസിന് എന്തായിരുന്നു, വെരേട്രം ആൽബും ഉണ്ട്, വെരേട്രം വിർഡും ഉണ്ട്. വെരേട്രം വിർഡ് കൊടുത്തപ്പം 100% അത് മാറി. അയാളെ വലിയ അമൃതായി പോയിട്ട് ചില ഡോക്ടർമാർ പറഞ്ഞ് ഇത് പരിശോധിക്കണം, അപ്പടിയാണ് ഇപ്പടിയാണ്, ഇത് ക്യാൻസറിന്റെ ലക്ഷണമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സെൻസേഷൻ ആസിഡ് സ്കാൾഡഡ് ഫീലിംഗ് എന്ന് പറയുമ്പോ ആ എക്സാക്ട് റൂബ്രിക് തന്നെ റെപ്പർട്ടറിയിലുണ്ട്. അതിന് 2 മരുന്നാണ് മെയിനായിട്ട് പറയുന്നത്, വെരേട്രം വിർഡും വെരേട്രം ആൽബും. വെരേട്രം വിർഡാണ് ഞാൻ കൊടുത്തത്. നല്ല. അപ്പൊ നമ്മൾക്ക് ഈ സെൻസേഷൻ ആസിഫ് അതൊരു പ്രധാന ഘടകമാണ് നമ്മുടെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിൽ. അപ്പൊ ഈ തലയിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന മെഡിസിനാണ് ദറ്റ് ഈസ് കാലിമൂർ. ബെസ്റ്റ് മെഡിസിൻ ആണ് കാലിമൂർ. ഹലോ, പറഞ്ഞോളൂ. അല്ല, സാദത്ത് ഡോക്ടർ എന്തോ പറയുന്നുണ്ട് സാറേ, ഹരിയൻ സാറേ. ഡോക്ടറെ, ഇതൊക്കെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിന് പോലും അറിയാം. ഓക്കെ. അല്ല, വാസ്തവത്തിൽ ഈ അറിയാം, ഞാൻ പറയുന്നില്ല. അല്ല സാർ, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അറിയത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെഡിസിൻസ് എന്റെ റെയർ മെഡിസിൻ അല്ല, എന്റെ കോമൺ മെഡിസിൻ ആണ്. റെയർ മെഡിസിൻ ആണ് താങ്കൾ പറഞ്ഞല്ല. എനിക്ക് റെയർ മെഡിസിൻ അല്ല, ഇത് കോമൺ മെഡിസിനാ. അല്ല, ഡോക്ടർ പറഞ്ഞതെല്ലാം റെയർ മെഡിസിൻ ആണ്. അതിനകത്ത് താങ്കൾ ഡോക്ടർ, ഹോമിയോപ്പതിയിൽ റെയർ ഇല്ല. എനിക്ക് കോമൺ, സാറിന് റെയർ ആവാം, വേറൊരാൾക്ക് അത് കോമൺ ആവാം. ആ ഡോക്ടർ 10 കൊല്ലങ്ങളായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ ആവാം. ഡോക്ടറുടെ ഡോക്ടർ നമ്മളിപ്പോ കാലിബൈക്കും ബെലഡോണയും എല്ലാം നമ്മൾ സ്ഥിരമായിട്ട്, ഗ്ലോണോയിനും ഇതൊക്കെ സ്ഥിരം, കാലിബൈക്ക് ഇല്ലാതെ സൈനസൈറ്റിസ് ഒക്കെ ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ എളുപ്പമുള്ള കേസ് കേട്ടല്ല. അപ്പൊ അതൊക്കെ ഉണ്ട്. ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ മെഡിസിൻസും ഞാൻ കോമൺ ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻസ് ആണ്, അതർ ദാൻ പോളിക്രസ്. പോളിക്രസ്റ്റ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ സിംറ്റംസും ഇതൊക്കെ നമ്മൾ നോക്കി, സ്പൈജീലിയ മുതൽ എല്ലാം നമ്മൾ സാറും കൊടുക്കുന്നുണ്ട്, ഞാനും കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മെഡിസിൻസിൽ ഇന്ന സിംറ്റംസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കോമൺ മെഡിസിൻ ആണ്. ഞാനൊരു 10 പേഷ്യന്റ് വന്നിട്ടുണ്ടെങ്കിൽ 4 പേർക്കും കൊടുക്കുന്ന മെഡിസിൻ ആണ് ഈ പറഞ്ഞ മെഡിസിൻസ്. എനിക്കത് റെയർ അല്ല. ടീലിയ ഒക്കെ എപ്പോഴും കിട്ടുന്ന മെഡിസിനാ, അത് റെയർ ആവണത് എങ്ങനെയാ? അവിടെയാണ് നമ്മൾ റെയർ അല്ല. സാറിന്റെ റെയർ എന്റെ കോമൺ ആണ്, എന്റെ റെയർ സാറിനത് കോമൺ ആവും. പിന്നെ മാത്രമല്ല ഹരിയൻ സാറേ, ഈ കുറച്ച് മെഡിസിൻ എടുത്തിട്ട് ഹെഡേക്കിൽ ഇതിന്റെ ഇൻഡിക്കേഷൻ ആണ് നമുക്കിന്ന് സാദത്ത് ഡോക്ടർ പറഞ്ഞത്. ബാക്കി എല്ലാം ഉണ്ട്, ഗ്ലോണോയനും ബ്രയോണിയം എല്ലാം നമ്മൾ എല്ലാവരും കൊടുക്കുന്ന മെഡിസിൻസാ. പക്ഷേ ഡോക്ടറെ, നമ്മുടെ ഈ പോളിക്രസ്റ്റിലും ഇതുപോലുള്ള മരുന്നുകളെല്ലാം ഈ ഡോക്ടർ പറഞ്ഞ മെഡിസിനിലേക്ക് ഡോക്ടർ കൊള്ളാം, നല്ലത് തന്നെയാണത്. വെരി ഗുഡ്. അത് ഞാനിത് പറഞ്ഞത് ഇപ്പൊ നമുക്ക് സാധാരണയായിട്ട് വരുന്ന ഈ സിംറ്റം വെച്ച് നോക്കുമ്പോ ഈ മരുന്നുകളൊക്കെ ഡോക്ടർ പറഞ്ഞ കണക്ക് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിന് പോലും അറിയാവുന്ന കാര്യമായിരിക്കാം. പക്ഷെ അതല്ല സാറേ, എന്റെ ആർഗ്യുമെന്റ് എന്താണ് സാറായിട്ട് ആർഗ്യുമെന്റ് എന്റെ ആർഗ്യുമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 10 മെഡിസിൻ അല്ല, നമ്മൾ അതല്ല ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോ ആർഗ്യുമെന്റ്. ഈ 10 പോളിക്രസ്റ്റോ 10 15 ഞാൻ ഒന്ന് പറയണത്. എന്റെ ഒരു പോയിന്റ് ഡോക്ടറെ, വാദഗതി ഇല്ല. ഞാൻ ഇത് അംഗീകരിച്ചിരിക്കുന്നു, തീർന്നു. മൈ ഡിസ്കഷൻ ഈസ് ഫിനിഷ്ഡ്. ഈ നമ്മളുടെ പോളിക്രസ്റ്റ് എന്ന് പറയുന്നത് 10, 15, 20, 30 മെഡിസിൻ ഉണ്ട് ആണല്ലോ. നമ്മൾ ഡിസ്കസ് ചെയ്യണം. നമ്മൾ മരുന്ന് പോളിക്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും? 10, 20, 30 മെഡിസിൻ. 4000 മെഡിസിൻ നമുക്കുണ്ട്. ബോറിക്കലുള്ള മെഡിസിൻസും കുറെ മെഡിസിൻസ് ഉണ്ട്. നമുക്ക് 20 മെഡിസിനും കൊണ്ട് 30 മെഡിസിൻ കൊണ്ട് മാത്രം ട്രീറ്റ് ചെയ്യാം. കുറെ കേസ് 90% ഓഫ് കേസ് ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നത്.
അപ്പൊ പിന്നെ ബാക്കി കണ്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല അലോപ്പതിയിൽ എത്ര മെഡിസിൻ ഉണ്ട്? വളരെ കുറവ്. നമ്മുടെ അപ്പൊ പകുതി അതാണ് പോലും ഇല്ല. വ്യത്യാസം. ആ ഇല്ല, പകുതിയില്ല, ഒന്നുമില്ല, ഒന്നോ രണ്ടോ പകുതിയും മെഡിസിൻ ഇല്ല. ഉണ്ട്. അപ്പൊ 10 കൊണ്ട് നമുക്ക് ചികിത്സിക്കാം. എന്ത് വേണമെങ്കിലും ഒരു ചികിത്സിക്കാം. ഒരു പനി വന്ന എത്ര മെഡിസിൻ ഉണ്ട്? ആ പാരസെറ്റമോൾ ഉണ്ട്, കഴിഞ്ഞ്. പിന്നെ കുറച്ച് വേറെ ആന്റിബയോട്ടിക്സ് ഒന്നുമില്ല, ഉണ്ട്. കഴിഞ്ഞു. വേറെ ഒന്നുമില്ല, ആന്റിബയോട്ടിക്സ് വർക്ക് ചെയ്യൂല, ആ. അല്ല, തീർന്നു. അതുകൊണ്ട് ചികിത്സിക്കാൻ വളരെ എളുപ്പം, നമുക്ക് വളരെ ബുദ്ധിമുട്ട്. ആ അപ്പൊ ഇല്ല, നമ്മള് ചികിത്സിക്കാൻ പറ്റൂല ഡോക്ടറെ. ഇപ്പോഴത്തെ ഏ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ മരുന്ന് വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്നില്ല. അത് തന്നെ അവർക്ക് ഇല്ല, എന്തായാലും മറ്റേ നേരത്തെ 6 മണിക്കൂർ ഒരിക്കൽ കൊടുത്താൽ മരുന്ന്, ഇപ്പൊ 3 മണിക്കൂറായാലും തീരുകയാണ് ആക്ഷൻ. അപ്പൊ എന്ത് ചെയ്യും? അത് തന്നെ. അപ്പൊ അവരുടെ എഴുതി കൊടുത്തു കഴിയുമ്പോ അവരുടെ പണി എളുപ്പമായി. നമുക്ക് അങ്ങനെ ഇല്ല 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 ഡോക്ടറെ, പണി എളുപ്പമാവില്ല, വർക്കിംഗ് തന്നെ. സാധനം വർക്ക് ചെയ്യാനല്ലേ വീണ്ടും നമ്മൾ അന്വേഷിച്ച് വരുന്നത്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മെഡിസിൻസ് മെറ്റീരിയൽ എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ നമ്മുടെ അറിയാത്ത മെഡിസിൻ, നമുക്ക് ഡെങ്കി എന്ന് പറഞ്ഞാൽ 12 മരുന്നുണ്ട്. നമുക്കൊരു അവർക്ക് എത്ര 4 മരുന്നുണ്ട്? മതി. ഒരു മരുന്നും ഇല്ല. നമുക്ക് 4 മതി. നമുക്ക് ഏത് 4 മതി ഡെങ്കി രക്ഷപ്പെടുത്താൻ. ഏത് പ്ലേറ്റ്ലെറ്റ് ഡെങ്കിയും കൂടും. പൊങ്ങും. അവിടെയാണ് ഈ പ്രശ്നം. ആ ഈ 4 എക്സ്റേ ആണ്. നമ്മൾ കോമൺ മെഡിസിനിൽ കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കിട്ടില്ല ചിലപ്പോ. കിട്ടില്ല. ആ അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. മെട്രിയ എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ആയിട്ട് കിടക്കുക. അതെ, അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്യണം. എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്കും പബ്ലിക് നമ്മൾ അംഗീകരിക്കും. കാരണം ഡോക്ടർ എനിക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇത് സോഡിയം ലെവൽ കൂട്ടാൻ. എങ്ങനെയുണ്ട് വർക്ക് ചെയ്ത ഡോക്ടറെ? അടിപൊളി. അടിപൊളി. അത് എന്തുകൊണ്ട് എനിക്ക് ഒരിടത്ത് നിന്ന് കിട്ടിയതാണ്, ഞാൻ ഷെയർ ചെയ്തതാണ്. നാട്രമ്യൂർ 3x പൊടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നാട്രമ്യൂർ 3x നാട്രമ്യൂർ 30 ഇടുക. ഇറ്റ് വർക്ക്ഡ് വണ്ടേഴ്സ്. ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ ഈ സംഭവം കുറഞ്ഞിട്ട് ഒരു ഡോക്ടറുടെ ഹസ്ബൻഡിന്റെ ഫസ്റ്റ് കസിനോ അമ്മാവനോ ആരോ എനിക്ക് ഒരു ഗിഫ്റ്റുമായിട്ട് വന്നിരുന്നു. സോഡിയം കുറഞ്ഞിട്ടില്ല, 120 130 മുകളിലാണ് നിൽക്കണത്. 118 107 ഇതൊക്കെ ആയിട്ട് നിന്നിരുന്നത് നമ്മളുടെ ഇതേ ചെയ്തിട്ട് കൂടുക. ഓൾ ആർ എക്സ്പീരിയൻസ്. മറ്റേ ഹരിഹരൻ സാറ് പറഞ്ഞതും വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പോളിക്രസ്റ്റ് വേണം, പോളിക്രസ്റ്റ് എല്ലാം വേണം. പക്ഷെ പോളിക്രസ്റ്റിന്റെ കൂടെ ഇതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ തോട്ട് വൈഡൻ ചെയ്യണം. അതാണ് ഹോമിയോപ്പതി. അല്ലാതെ നമ്മള് 10 മെഡിസിനുള്ളൂ, 10 മെഡിസിൻ മാത്രം മതിയെങ്കിൽ പിന്നെ ഹോമിയോപ്പതി ബാക്കിയുള്ള മെഡിസിനൊന്നും കണ്ടുപിടിക്കണ്ട. അപ്പൊ ഓരോ മെഡിസിനും സമൂഹത്തിനെ എങ്ങനെ രക്ഷപ്പെടുത്താം? ഓരോ മെഡിസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സെഡ്രോൺ പീരിയോഡിക് ഇതിന് പലതുണ്ട്. സെഡ്രോൺ കൊടുത്തിട്ടുള്ള എനിക്ക് കിട്ടുന്ന എഫക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ ഹരിഹരൻ ഡോക്ടർക്ക്, അല്ലെങ്കിൽ മറ്റേ മറിയാമ്മ ഡോക്ടർക്ക്, അല്ലെങ്കിൽ ധനേഷ് ഡോക്ടർക്ക്. നമ്മൾ ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സെഡ്രോൺ നന്നായി ആക്ട് ചെയ്യുന്നുണ്ടാവും. ഹരിഹരൻ ഡോക്ടർ അല്ലെങ്കിൽ ധനേഷ് ഡോക്ടർ പറയും അതില്ല, എനിക്ക് ഇതാണ്. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ എല്ലാവരുടെയും എക്സ്പീരിയൻസ് എടുക്കുക, എന്നിട്ട് നമ്മളുടേതായ ഒരു എക്സ്പീരിയൻസ് ആക്കുക. നമ്മൾ മെഡിസിൻ കൊടുക്കുക, ഡിസ്കസ് ചെയ്യുക. തീർച്ചയായിട്ടും ഡോക്ടറെ, നമുക്ക് ഹരിഹരൻ സാർ പറഞ്ഞ പോളിക്രസ്റ്റ് എപ്പോഴും വേണം. പോളിക്രസ്റ്റ് ഇല്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞ അത്യാവശ്യം നമ്മള് പെട്ടെന്ന് ചിന്തിക്കാത്ത മരുന്നുകളും ആവശ്യമുണ്ട്. കാരണം അത് എന്റെ കോമൺ മെഡിസിൻ ആണ്. നമ്മളിത് പറയണത് റെയർ മെഡിസിൻ അല്ല. ഓക്കെ, എന്റെ റെയർ നിങ്ങളുടെ കോമൺ. നിങ്ങളുടെ കോമൺ ചിലപ്പോ എനിക്ക് റെയർ ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറയും അത് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്ന മെഡിസിനാ. പിന്നെ അത് മാത്രമല്ല ഡോക്ടറെ, മറ്റേ എന്താണ് ഈ പോളിക്രസ്റ്റ് നിലനിൽക്കെ തന്നെ കുറച്ച് പുതിയ മെഡിസിൻ പരിചയപ്പെടുന്നതിൽ തെറ്റില്ലല്ലോ. പഠിക്കാമല്ലോ നമുക്ക്. ബാക്കി കാലിബൈക്കും ഇതൊക്കെ എല്ലാം സ്ഥിരമായിട്ട് ഫസ്റ്റ് ഇയേഴ്സ് മുതൽ സീനിയേഴ്സ് വരെ കൊടുക്കുന്ന മെഡിസിൻസ് ആണ്. അപ്പൊ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക, മെട്രിയോമെഡിക്ക് എക്സ്പ്ലോർ ചെയ്യുക. കുറച്ച് തോട്ട് പ്രോസസ് ഇട്ട് കൊടുത്തു എന്നല്ലാതെ ഇതാണ് ഫൈനൽ വേർഡ് എന്നല്ല. തോട്ട് പ്രോസസ്സ് നമ്മൾ വായിക്കണം, പഠിക്കണം, എക്സ്പ്ലോർ ചെയ്യണം. ഹോമിയോപ്പതിയിൽ ഇനിയും നമ്മൾ അറിയാത്ത എത്രയോ മെഡിസിൻസ് ഉണ്ട്, വണ്ടേഴ്സ്. എക്സ്റേ ഒന്നും എനിക്ക് അറിയണ പോലും ഉണ്ടാവില്ല. ഒരു 5 കൊല്ലം മുമ്പ് വരെ എക്സ്റേ എന്ന് പറഞ്ഞ മെഡിസിൻ എന്താണെന്ന് പോലും എനിക്ക് അറിയണുണ്ടായിരുന്നില്ല. എവിടെന്നോ കിട്ടി, നമ്മൾ കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എവറിത്തിങ്. സീനിയേഴ്സിന്റെ, ഹരിഹരൻ ഡോക്ടറുടെയും ബാക്കി എല്ലാവരുടെയും എക്സ്പീരിയൻസ് ആണ് സാറ് പറഞ്ഞത്. അത് മതി, അത് പോരാ.
അത് വേണം. അതിന്റെ കൂടെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന കുറേ മെഡിസിൻസ് നമ്മുടെ കയ്യിലുണ്ട്. വായിക്കുക, പഠിക്കുക. ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എനിക്ക് പറ്റുന്നതല്ല വേറെ ഡോക്ടർക്ക് പറ്റുന്നത്, വേറെ ഡോക്ടർക്ക് പറ്റുന്നത്. നമ്മളൊക്കെ കണ്ടിരുന്നു പോകും നമ്മുടെ ജൂനിയേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യണതൊക്കെ. ഓക്കെ ഡോക്ടറെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ സമയം ഏകദേശം സമയം കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോ ഇന്ന് സാദത്ത് ഡോക്ടർ തലവേദനയ്ക്ക് അല്ലെ ഹെഡേക്കിന് നമ്മൾ ഉപയോഗിക്കാത്ത കുറച്ച് മെഡിസിനാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടുത്തിയത്. ചോദ്യോത്തര വേളയ്ക്ക് സമയം കിട്ടിയില്ല. അത് ഇനിയൊരു ദിവസത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. എന്തായാലും ഒരു കുറച്ച് റയർ മെഡിസിനും അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മെഡിസിൻ്റെ തലവേദനകൾ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അത് വളരെ നമുക്ക് അറിവ് പകരുന്നതാണ്. നമുക്കെല്ലാം ഇനി അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇന്നത്തെ നല്ല ഒരു ക്ലാസ് എടുത്ത സാദത്ത് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഞാൻ ഡോക്ടർ മറിയാമ്മയെ ക്ഷണിക്കും. മറിയാമ്മ ജോ. നന്ദി ഒരു മിനിറ്റ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, IABHന്റെ ഒരു മന്ത്ലി കോൺട്രിബ്യൂഷൻ എല്ലാവരും തരണമെന്ന് നമ്മൾ അഭ്യർത്ഥനയൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കുറച്ച് പേര് മാത്രമാണ് കോൺട്രിബ്യൂഷൻസ് അയച്ചിരിക്കുന്നത്. കഴിയുന്നതും എല്ലാവരും നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ അയക്കണം. കാരണം നമുക്ക് ഈ ഫോറം നന്നായിട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് ചെലവുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പണം ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും IABHന്റെ പ്രവർത്തനത്തിനുള്ള ഒരു മാസവരി പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു തുക IABHന്റെ QR കോഡിലോട്ട് സ്കാൻ ചെയ്ത് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറിയാമ്മ ഡോക്ടർക്ക് സംസാരിക്കാം. നന്ദി ശൈല ഡോക്ടറെ. ഏതായാലും നല്ലൊരു ക്ലാസ് ആണ് ഇന്ന് നടന്നത്. സാദത്ത് സാറും ഹരിഹരൻ സാറും അവരവരുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെച്ചു തന്നു. രണ്ടും വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് എടുക്കാൻ വന്ന സാദത്ത് സാർ എന്നും നമുക്ക് വളരെയധികം പ്രചോദനമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം സാർ എന്താണേലും ഓണസ്മോഡിയം 30ക്ക് ശേഷമുള്ള ആ ഭാഗം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ചോദ്യോത്തരവേള നടത്താൻ. ബാക്കിയും കൂടെ കേൾക്കണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഇത്രയും നല്ല ക്ലാസ് എടുത്തു തന്ന സാദത്ത് സാറിന് ഹൃദയത്തിൽ നിന്നും 1000 നന്ദികൾ അറിയിക്കുകയാണ്. നന്ദി മറിയാമ്മ ഡോക്ടറെ. നമ്മുടെ സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം. അപ്പോൾ സാദത്ത് ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ ഇന്ന് വീട്ടിൽ കയറ്റുമെന്ന് അറിയില്ല. ഞാൻ ക്ലിനിക്കിൽ തന്നെയാണ്. ശരി, വീട്ടിൽ കയറ്റണേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഗുഡ് നൈറ്റ്. വേഗം അടുത്ത ക്ലാസ് ബാക്കിയും കൂടെ തരണേ സാർ. നിങ്ങൾ വിളിച്ചാൽ തരും. ഓക്കെ, തീർച്ചയായിട്ടും വിളിക്കും. ധനേഷ് ഡോക്ടർ കേട്ടോണ്ടിരിക്കും. എപ്പോ വിളിച്ചാലും ഞാൻ ഇല്ലാന്ന് പറയാറില്ല. വിളിച്ചാൽ അപ്പൊ ഇവിടെ ഉണ്ട്. അറിയാവുന്നത് പറയുന്നു, ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇന്നലെ ഈ ലാപ്ടോപ്പ് ശരിയായി കഴിഞ്ഞ് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ലാപ്ടോപ്പ് ഇല്ലാതെയാണെങ്കിലും കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ഡോക്ടർ അത് വന്നതും ഈ വേദിക്ക് ഇത്രയും നല്ലൊരു സെഷൻ 24 മണിക്കൂറിനകം തന്നെ ഗംഭീരമായിട്ട് പരിപാടി അവതരിപ്പിച്ചത്. നമ്മൾ അങ്ങേയോട്ട് അഭിമാനിക്കുകയാണ്. താങ്ക് യു സർ. ഓക്കെ ധനേഷ് ഡോക്ടർ.